നമസ്കാരം. സി മലയാളം ന്യൂസിനൊപ്പം ഉള്ളത് ശ്രീ ബിജു കർണൻ, KKR ഗ്രൂപ്പിൻ്റെ ചെയർമാൻ. ഒന്നും കൂടെ വ്യക്തമായിട്ട് ആൾക്കാർക്ക് മനസ്സിലാകാൻ ആ ബ്രാൻഡിൻ്റെ പേര് പറയണം. നിറപറ എന്ന ബ്രാൻഡിൻ്റെ ചെയർമാൻ. നിറപറ ഇപ്പോൾ വിപ്രോയുമായിട്ട് അസോസിയേറ്റഡ് ആണ്, അറിയാം. വിപ്രോ അക്യൂർ ചെയ്ത ബ്രാൻഡാണ്. അതാണ്. അപ്പോൾ ഒരു വളർച്ചയുടെ ഘട്ടത്തിലാണ്. പക്ഷേ ഈ നിറപറ എന്നുള്ള ബ്രാൻഡ് ബേസിക്കലി അരിയാണ് നമ്മുടെ ബിസിനസ് തുടങ്ങുന്നതും എല്ലാം. കേരളത്തിലെ ഈ മേഖലയിലെ ബിസിനസ്സിൽ നമ്മളിങ്ങനെ ഉണ്ട്. നിറപറ എന്നുള്ള പേര് അതൊരു തുടക്കമുണ്ട്. ഒരു മനുഷ്യൻ്റെ വളരെ ലളിതമായിട്ടുള്ള ഒരു ബിസിനസ്സിൻ്റെ തുടക്കമുണ്ട്. താങ്കളുടെ പിതാവ് ശ്രീ KK കർണൻ. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. 2022 വിപ്രോ അസോസിയേറ്റ് ചെയ്ത ബ്രാൻഡാണ്, അക്യൂർ ചെയ്ത ബ്രാൻഡാണ്. പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ ചരിത്രം എന്ന് പറയുമ്പോൾ തന്നെ അച്ഛൻ KK കർണൻ തുടങ്ങി വെച്ച ഒരു പ്രസ്ഥാനമാണ്. അദ്ദേഹം ചെറിയ ഒരു നെല്ല് കച്ചവടക്കാരനായിരുന്നു. അപ്പോൾ ഈ പാലക്കാടൻ മേഖലയിൽ നിന്നെല്ലാം നെല്ലെടുക്കുക, ആ നെല്ല് അളന്ന് മേടിച്ച് കൊണ്ടുവന്ന നെല്ല് ആൾക്കാർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ചെറുതായിട്ട് പുഴുങ്ങി കുത്തുന്നൊരു പരിപാടി. അപ്പോൾ അന്ന് ഈ കാലത്ത് ഈ പാലക്കാട്ട് ഇപ്പോഴും ആ ഒരു പരിപാടിയുണ്ട്. കാരണം ഈ പറയാണ് ഉപയോഗിക്കുക നെല്ല് അളക്കാനായിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആയുധം എന്ന് പറയുന്നത് പറയായിരുന്നു. അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് റൈസ് മില്ല് തുടങ്ങി. പിന്നീട് അതങ്ങനെ അരി വിൽക്കുന്നു. പിന്നെ അരി കൂടുതൽ അരി എടുത്ത് മറ്റുള്ള മില്ലുകളിൽ നിന്ന് എടുത്ത് മറ്റുള്ള ഹോൾസെയിലേഴ്സിന് അരി കൊടുക്കുന്ന ഒരു പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ചെറുതായിട്ട് റൈസ് മില്ലൊക്കെ തുടങ്ങി മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പേരിടണം, ഈ കല്ലില്ലാത്ത അരി കൊടുക്കുന്ന ചെറിയൊരു പരിപാടി ചെയ്യണം. പേരിടുന്നപ്പോഴാണ് അദ്ദേഹം ഈ അദ്ദേഹത്തിൻ്റെ ഒരു ആയുധം, അദ്ദേഹം നിറപറ എന്നുള്ളൊരു പേര്. പിന്നെ കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. പേരങ്ങ് പൊലിച്ച്. അതെ, കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണത്. ആൾക്കാർക്ക് മലയാളിക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തൊരു പേരാണ്. പിന്നീട് അതങ്ങനെ വന്നു. അരി അങ്ങനെ മാർക്കറ്റിൽ ഒരു ബ്രാൻഡഡ് റൈസ് ഒന്നും ശീലമില്ല. കാരണം നമുക്കറിയാം ഈ സൂപ്പർ മാർക്കറ്റ്സ് ഒന്നും കൂടുതൽ കേരളത്തിലില്ല. ആ സമയത്ത് പക്ഷേ കൃഷി കൂടുതലും ഉണ്ടായിരുന്നിരിക്കണം. ആ കൃഷിയുണ്ട്. നമുക്ക് അന്നത്തെ ശീലം എന്ന് പറയുന്നത് കൃഷി എല്ലാ വീടുകളിലും ഉണ്ട്. കൃഷി ഉള്ള സ്ഥലത്തുള്ള നെല്ല് അതാത് ആൾക്കാർ സ്റ്റോർ ചെയ്യുകയും അതാത് വീടുകളിൽ അത് പുഴുങ്ങി ഉണക്കി സാധാരണ കൊണ്ട് കുത്തി വീട്ടിൽ സ്വന്തം അരി ഉപയോഗിക്കുന്ന ഒരു ശീലങ്ങളുണ്ടായിരുന്നു. പിന്നെ മാർക്കറ്റിൽ കിട്ടുന്ന അരി എന്ന് പറയുന്നത് റേഷൻ കടകളിൽ കിട്ടുന്ന അരിയായിരുന്നു. അപ്പോഴാണല്ലോ കൊച്ചു കൊച്ചു റൈസ് മില്ല്. അന്നൊരു 400-450 ചെറിയ റൈസ് മില്ലുകളുണ്ടായിരുന്നു. കാലടി ഭാഗത്ത് മാത്രം. പാലക്കാട് ഒരുപാട് റൈസ് മില്ല് വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ ആലപ്പുഴ ഭാഗത്തുണ്ട്. പക്ഷേ ഈ കാലടി മേഖല എന്ന് പറയുമ്പോൾ ഈ കാലടി പെരിയാറിൻ്റെ വെള്ളം കുറച്ച് സവിശേഷമായിരുന്നു. അതുകൊണ്ട് ഈ ഭാഗത്തുള്ള അരി എപ്പോഴും ഒരു കുറച്ച് ടേസ്റ്റ് ഉള്ളതായിരുന്നു. അപ്പോൾ ഈ കാലടി പാലം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കാളവണ്ടിക്ക് ഇതിൻ്റെ പരിസരത്ത് ഈ നെല്ല് കൊണ്ടുവന്നവരും അതിന് ചുറ്റും നെല്ല് പുഴുങ്ങി കുത്തുന്ന ചെറിയ പരിപാടിയുമായിട്ട് ഒരുപാട് കുടിൽ വ്യവസായങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൊണ്ട് അരി ഇവിടുന്ന് വിവിധ സ്ഥലങ്ങളിലേക്ക് പോയപ്പോൾ ഈ അരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വന്നപ്പോഴാണ് കാലടിയിൽ ഈ നെല്ല് വരാനും കാലടിയിൽ ഈ അരി ഉണ്ടാവാനും സാധ്യതയുണ്ട്. കാരണം ഈ കാലടിയിൽ നിന്ന് വള്ളത്തിൽ ആലുവ അങ്ങനെ അവിടെ നിന്ന് പല മേഖലകളിലേക്ക് അരി പോകും. അങ്ങനെയാണ് ഇതിനൊരു ഫേമസ് ആയത്. പിന്നീട് മോഡേൺ റൈസ് മില്ല് വന്നു. മോഡേൺ റൈസ് മില്ല് വന്നപ്പോൾ അതൊരു 100 അതിൽ താഴെ ഈ റൈസ് മില്ല് ഇപ്പോൾ ഒരു 10, 40, 50 റൈസ് മില്ലായിട്ട് ഒതുങ്ങി. ഇപ്പോൾ ബ്രാൻഡഡ് റൈസ് ഉണ്ടാക്കുന്നതും 2, 3, 4 ബ്രാൻഡായിട്ട് ഒതുങ്ങി. കാരണം അത് കൂടുതലും ഈ ഗവൺമെൻറ്റിന് സപ്ലൈക്കോന് നെല്ലൂത്തി കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ നമ്മൾ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ അച്ഛൻ അത് കല്ലില്ലാത്തൊരരി ഇറക്കി ഒരു 10 ദിവസം 15 ചാക്ക് അരി 1 ചാക്ക് അരി ഉണ്ടാക്കുന്ന ഒരു സമയത്ത് വലിയ ചാക്കിൽ കുറച്ച് ഹോൾസെയിലേഴ്സിന് കൊടുക്കും. അങ്ങനെയാണത്. അന്ന് വെറുതെ സ്ക്രീൻ പ്രിൻ്റ് ചെയ്യുക. ബ്രാൻഡിന് വലിയ പ്രസക്തി ഇല്ല, എന്നാലും ഒരു പേരിട്ട് കൊടുത്തു. അതാണ് ശരിക്കും ഉണ്ടായത്. പിന്നീട് അത് വന്നപ്പോഴാണ് പിന്നെ കുറച്ച് നമുക്ക് ഈ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ 6 മാസം നമുക്ക് വെയിൽ കിട്ടും, അല്ലെങ്കിൽ മഴ വന്നാൽ ഇതൊന്നും സ്ഥിരമായിട്ട് ഈ അരി കൊടുക്കാൻ പറ്റില്ല. ഈ ബ്രാൻഡ് കൊടുക്കുമ്പോൾ സ്ഥിരമായിട്ട് കൊടുക്കാൻ പറ്റാത്തപ്പോഴാണ് പിന്നെ അതൊരു ഉണക്കാനുള്ള സംവിധാനം എന്താണെന്ന് പഠിക്കുകയും ഈ ആന്ധ്രാഭാഗത്തെല്ലാം വലിയ മില്ലുകൾ ഇങ്ങനെ ഗവൺമെൻറ്റിന് വേണ്ടി അരി ഉണ്ടാക്കുന്ന മില്ലുകളെല്ലാം ഉണങ്ങുന്ന സംവിധാനം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് പിന്നെ നമ്മൾ ആദ്യമായിട്ട് പോയി കണ്ടു. അതൊക്കെ അന്ന് ഞാനല്ല പോയി കണ്ടത്. അന്ന് അച്ഛനത് നമ്മളന്ന് പഠിക്കുന്ന കാലഘട്ടമായിരുന്നു. അപ്പോൾ അച്ഛനത് മനസ്സിലാക്കി ചെറിയ റൈസ്, അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിലും ഇതിനെല്ലാം ഇപ്പോഴും കണ്ട് വളരുകയാണല്ലോ. അപ്പോൾ ചെറിയൊരു റൈസ് മില്ല് ഉണ്ടാക്കി നമുക്ക് 12 മാസവും ഉണങ്ങി കല്ലില്ലാത്ത അരി കൊടുക്കാം. അപ്പോൾ എന്നുള്ള പിന്നെ അത് നിറപറ എന്നുള്ള പേരിൽ 10 കിലോ 25 കിലോ 100 കിലോ എന്ന് പറയുന്ന സംവിധാനത്തിൽ കേരളം വളരെ കുറച്ച് അരിയുള്ളൂ. ഒരു ദിവസം നമുക്കൊരു 50 ചാക്കോ അങ്ങ് അരി ഉണ്ടാക്കാം. 2 ദിവസം കൂടുമ്പോൾ ഒരു ലോഡ് അരി ഉണ്ടാക്കാം. പക്ഷേ എന്നാലും അതിനൊരു സംവിധാനം കുറച്ച് വില കൂട്ടിയാണ് വിറ്റിരുന്നത്. അങ്ങനെ ചെറുതായിട്ട് പോകുന്നൊരു കാലഘട്ടത്തിലാണ് ഞാൻ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് 2022-23 കാലഘട്ടത്തിൽ ഈ ബിസിനസ് രംഗത്തേക്ക് കടന്നു വരുന്നു. ലക്ഷ്യം അത് തന്നെ ആയിരുന്നിരിക്കും. അതെ. കാരണം നമ്മളൊരു ബിസിനസ് ഇത് കണ്ടു വളരുകയാണല്ലോ. നമ്മൾ ഈ നെല്ലിൻ്റെയും അരിയുടെ ഇടയ്ക്ക് കണ്ടു വളരുന്നു. ഈ ചർച്ചകളെല്ലാം കാണുന്നു. നമുക്കൊരു ചർച്ചകൾ മാത്രമല്ലല്ലോ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയുന്നു. പിന്നെ നമ്മൾ ഈ 2 മാസത്തെ അവധി എന്നൊക്കെ പറയുന്ന കാലഘട്ടത്തിൽ അച്ഛൻ ഇങ്ങനെ പാലക്കാടൊക്കെ പോകുമ്പോൾ അച്ഛൻ വണ്ടിയിലിങ്ങനെ
കൊണ്ടുപോകും. അപ്പോൾ നമുക്കിതെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ നമ്മൾ MBAക്ക് പഠിച്ചപ്പോഴും നമ്മളൊരു ഫോറിൻ യൂണിവേഴ്സിറ്റിയിലാണ് MBA പഠിച്ചത്. അവിടെ 24 വിഷയത്തിനും 24 പ്രോജക്ട്സ് റിയൽ കമ്പനിയുടെ ഡാറ്റ എടുത്തുള്ള പ്രോജക്ട്സ് കണ്ടിരുന്നു. അപ്പം നമ്മൾ ആ നമ്മുടെ കമ്പനിയുടെ ഡാറ്റാസ് എടുത്തിട്ടാണ് നമ്മളിതെല്ലാം പ്രോജക്ട്സ് ഉണ്ടാക്കി. അത് വലിയൊരു ചെറിയ കമ്പനി ആണെങ്കിലും കമ്പനിയുടെ റിയൽ ഡാറ്റാസ് എടുത്തിട്ടാണ് ആ പ്രോജക്ട്സ് എല്ലാം ചെയ്യാൻ പറ്റിയത്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ പല ഡിസ്കഷനിൽ നമുക്കില്ലാത്ത ചില സാധനങ്ങൾ അവിടെ നിന്ന് കിട്ടി. അപ്പോൾ നമുക്കൊരു 12 പ്രോജക്റ്റ് കിട്ടി. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ശരിക്കും നമുക്ക് മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഒരിക്കൽ പോലും സൂപ്പർ മാർക്കറ്റ്സ് ഇല്ല. ഈ സാധാ അതൊരു അഡീഷണൽ ബുദ്ധിയാണ് കേട്ടോ, നമ്മുടെ തന്നെ കമ്പനി. അപ്പം നമ്മുടെ കുഴപ്പങ്ങളോ നമുക്ക് വേണ്ടതോ നമുക്ക് മനസ്സിലാവാത്ത കാര്യം മറ്റുള്ളവർക്ക് മനസ്സിലാവും. അപ്പോൾ അത് നമുക്ക് ചില ഡേറ്റാസ് കിട്ടും. കേരള മാർക്കറ്റ് റിയൽ സർവേ നടക്കും. ആ സർവേക്കുള്ള ഫോംസ് ഉണ്ടാക്കും. അപ്പോൾ ലേൺ തിങ്ക് ഡു എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് ലേൺ തിങ്ക് ഡു എന്ന പ്രോസസ്സ്. പഠിച്ച് ആലോചിച്ച് ചെയ്യുക. അതിന് സമയവും കാലഘട്ടമൊക്കെ ഉണ്ട്. പഠിക്കാനുണ്ട്, അതിനെപ്പറ്റി ആലോചിക്കാനുണ്ട്, അത് കഴിഞ്ഞ് ചെയ്യാൻ പോകും. പക്ഷെ മലയാളി അല്ലെങ്കിൽ മറ്റുള്ളൊരു ഡൂ തിങ്ക് ലേൺ ആണ്. ചെയ്ത അബദ്ധം പറ്റിയാണ് ഇപ്പോൾ പഠിക്കുക. ഇപ്പം മാറി. ഇപ്പോഴത്തെ പുതിയ തലമുറയൊക്കെ വളരെ മിടുക്കന്മാരാണ്. അവർ വളരെ ആലോചിച്ചും വളരെ സ്ട്രാറ്റജിക്കായിട്ടൊക്കെ വളരെ കൺസൾട്ടൻസിനൊക്കെ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. പണ്ട് ഈ കൊച്ചു അതിനുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആൾക്കാർ അതിനെപ്പറ്റി എത്തിയില്ല എന്നുള്ളതാണ്. പക്ഷേ അന്ന് നമുക്കത് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ പഠിച്ചു, മാർക്കറ്റ് പഠിച്ചു. അന്ന് ഞാൻ വരുമ്പോൾ സൂപ്പർ മാർക്കറ്റ്സ് അത്രയില്ല. മാർജിൻ ഫ്രീ 1-2 വന്നു. ഒരു സൂപ്പർ മാർക്കറ്റ് കൺസെപ്റ്റ് വന്നു. പക്ഷേ മറ്റുള്ള കടയിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സാധനം അരി കൊണ്ട് കൊടുത്താൽ, അത് അച്ഛൻ ഫേസ് ചെയ്യുന്നൊരു സംഭവമായിരുന്നു, അരി സെയിലാവത്തില്ല. അതിൻ്റെ കാരണം ഈ നമ്മൾ പണ്ട് കടയിൽ പോയിട്ട് ഏതാ നല്ല അരി ഉള്ളതെന്ന് ചോദിച്ചാൽ ഇതാ കൊണ്ടുപോക്കുമെന്ന് കടക്കാരൻ പറയുന്ന ഒരു അരിയാണ് ആൾ മേടിക്കുക. ഞാൻ അത് കൊണ്ടുപോയതാണ് കൊണ്ടുപോക്കോ, അവിടെ റെക്കമെൻഡേഷൻ ഉണ്ട്. സൂപ്പർ മാർക്കറ്റ്സ് അങ്ങനെയല്ല, നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പം നമുക്ക് പരസ്യം ചെയ്താൽ അതിൻ്റെ ഗുണമുണ്ട്. പരസ്യത്തിൽ കാണുന്നതും അവിടെ പ്രൊമോഷൻ ചെയ്താൽ, ഓൺലൈൻ പ്രൊമോഷൻ ചെയ്താൽ അതിൻ്റെ ഗുണമുണ്ട്. അപ്പോൾ ഇൻസ്റ്റോ പ്രൊമോഷൻ ചെയ്തതിന് ഗുണമുണ്ട്. അപ്പോൾ അതൊക്കെ കസ്റ്റമേഴ്സിന് അവൻ തീരുമാനിക്കാം. അപ്പോൾ അത് വന്ന് സൂപ്പർ മാർക്കറ്റ്സിൻ്റെ വളർച്ച പിന്നീട് ഉണ്ടായത് തന്നെയാണ് ഒരു പരിധി വരെ നമുക്ക് ഈ ബ്രാൻഡ് വളരാൻ സാധിച്ചത്. അതിനുപരി നമുക്ക് ചെയ്യാൻ സാധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ വന്നിട്ട് ചെയ്തൊരു കാര്യം, നമുക്ക് ഈ കടകളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം കടം മേടിക്കും. ഇപ്പോൾ ഹോൾസെയിലായാലും സാധാ പലചരക്ക് കടയിലാണെങ്കിലും എന്ത് സംഭവിക്കും, നമ്മൾ അരി കൊണ്ടു കൊടുത്താൽ അത് കടം വെച്ചോ, അടുത്ത പ്രാവശ്യം കാശ് തരാൻ നോക്കും. അടുത്ത പ്രാവശ്യം ചെന്നാൽ അവർ പറയും ഇല്ല അരി വിറ്റുപോയില്ല, നിങ്ങൾ വേണമെങ്കിൽ എടുത്തുകൊണ്ട് നോക്കോ, സാധനം വിറ്റുപോയില്ല. കാരണം അങ്ങനെ പറയുമ്പോൾ പിന്നെ പ്രഷർ ചെയ്യില്ല. അപ്പോൾ അത് നമുക്കൊരു കാര്യം, ഒരു പ്രാവശ്യം പോകുന്നതല്ലേ, 10 ചാക്ക് അരി കൊടുത്തേക്കാം, 20 ചാക്ക് അരി കൊടുത്തേക്കാം എന്ന് വിചാരിക്കുന്ന സമയത്താണ് വന്നത്. അപ്പോൾ നമുക്ക് ഈ ചെയ്ത പ്രോജക്റ്റിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്, നമുക്ക് മനസ്സിലായി ഇത് കടം കൊടുക്കാൻ പാടില്ല. ഞാൻ ചെയ്ത പണി, അച്ഛൻ്റെ സെയിൽസ്മാൻമാരെ മാറ്റി നിർത്തിയിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രഷ് സെയിൽസ്മാൻമാരെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരെടുത്തു, ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരെടുത്തു, അത് കുറച്ച് സ്മാർട്ടായിട്ട് ഡ്രസ്സ് ചെയ്ത് പോകുന്ന ആൾക്കാരെടുത്തു. നമ്മൾ ഈ സർവേ പ്രകാരം ഞാൻ വേറൊരു ലൈനിലെ ആൾക്കാരെ വിട്ടു. അവരോട് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ 10 ചാക്ക് അരി കൊടുക്കണ്ട, 1 ചാക്ക് അരി കൊടുത്താൽ മതി, പക്ഷെ ആ കാശൊന്നും മേടിക്കണം എന്നൊരു സമയം. അപ്പോൾ അവരതിന് ട്രൈ ചെയ്തു. പക്ഷെ ഞാനൊരു 3 മാസം വരെയൊക്കെ കഷ്ടപ്പെട്ടെങ്കിലും 4-ാം മാസം 5-ാം മാസം തുടങ്ങി അവർ 10 ചാക്ക് അരി 20 ചാക്ക് അരി കൊടുക്കും, 1 ചാക്ക് അരി കൊടുക്കും, ആ കാശ് കൊടുക്കും. അപ്പോൾ അത് ചിലപ്പോൾ 1000 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ. കടക്കാരെ സംബന്ധിച്ച് വലിയ ബേർഡനല്ല. അവൻ ആ കാശ് മേടിക്കും. ചേട്ടാ നാളെ തന്നേക്കാൻ, ചേട്ടാ കൂടുതൽ ഇറക്കണ്ട, നാളെ ഞാൻ തരാം, നാളെ എൻ്റെ വണ്ടി ഇതിൽ വരും, നാളെ തരാം എന്ന് പറഞ്ഞു. പക്ഷേ ഞാനതൊരു 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര സക്സസ്ഫുള്ളായി. കാരണം കടക്കാർക്ക് ഇതൊരു ശീലം, കടക്കാർ ശീലം. 2 ചാക്ക് അരി മേടിച്ചാൽ ഞാൻ 30 കടയിൽ നിന്ന് എനിക്ക് ഓർഡർ കിട്ടിയാൽ എന്ത് സംഭവിക്കും, എനിക്ക് ഒരു ലോഡ് അരി, രണ്ടാം ദിവസം എനിക്ക് ഒരു ലോഡ് അരി ഓർഡർ കിട്ടും, അന്ന് കാശ് കിട്ടും. അപ്പോൾ ഒരു ഗുണം കിട്ടുന്നത് എന്താ, കടക്കാരെ സംബന്ധിച്ചുള്ള അവൻ്റെ കാശ് മുടക്കി വെച്ചപ്പോൾ അവൻ ആ സാധനം എടുത്ത് വിൽക്കും. കാരണം എന്നാലുള്ള അവൻ്റെ പെട്ടിയിൽ കാശ്. അപ്പോൾ അവൻ സംബന്ധിച്ച് അവൻ്റെ ഫീലിംഗ് വന്നു, ഇത് സെയിലുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് വന്നു. അപ്പോൾ നാളെ ചെല്ലുമ്പോൾ 2 ചാക്ക് വെച്ചോ, അപ്പോൾ അവൻ്റെ കാശ് തരും, 3 ചാക്ക് വെച്ചോ, അതിൻ്റെ കാശ് തരും. പക്ഷെ അതങ്ങനെ 6 മാസമായപ്പോൾ ഇവിടുത്തെ അച്ഛൻ കടം കൊടുത്തിരുന്ന ആ ടീമിന് അരി ഇല്ലാതെയായി. കാരണം അച്ഛൻ തന്നെ പറഞ്ഞു കാശുള്ളവന് കൊടുക്കുക. അപ്പോൾ ഡെയിലി നമുക്ക് പിന്നെ അഡ്വാൻസ് ക്യാഷായി. അഡ്വാൻസ് ക്യാഷ് എന്നല്ല തരുള്ളൂന്നായി. ആൾക്കാരിത് കൊടുക്കുമ്പോൾ കടക്കാർ നിർബന്ധിച്ചു, പിന്നെ ചോദിച്ചു വരാൻ ഡിമാൻഡ് നമ്മൾ കൂട്ടി. അപ്പോൾ നമ്മളൊരു സ്ട്രാറ്റജി ഇട്ടു, കാശ് നിങ്ങളും കാശ് മുടക്കി ബിസിനസ് ചെയ്യും, ഞങ്ങളും കാശ് മുടക്കി ബിസിനസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ നമ്മൾ സെയിൽ ഉണ്ടാവാൻ വേണ്ടി കടം കൊടുക്കണ്ട, കസ്റ്റമേഴ്സ് ആണല്ലോ. അതെ, കടം കൊടുക്കണ്ട എന്നുള്ളത് ഞാൻ ആ ശീലം കൊണ്ടുവന്നു. അങ്ങനെ നിറബറയെ കടം കൊടുക്കാത്ത ഒരു ബ്രാൻഡാക്കി മാറ്റി. ഇന്നൊരു ബ്രാൻഡിനും പറ്റില്ല. പിന്നീട് ഞാൻ അഡ്വാൻസ് ക്യാഷാക്കി. അപ്പോൾ അതൊരു നമ്മൾ മാർക്കറ്റിലുണ്ടാക്കിയ ഒരു ബ്രാൻഡ് ആർക്കിടെക്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു ഭാഗമാണ്. ഫസ്റ്റ് നമ്മളതിൻ്റെ പാക്കേജിങ് മാറ്റി. പാക്കേജിങ് ഞാൻ വന്നിട്ട് മാറ്റിയതാണ്. കളർ ബാഗ്സ് കൊണ്ടുവന്നത് ഞാനാണ്. പണ്ട് വെറും ജൂട്ട് ബാഗിൽ പ്രിൻറ്റ് ചെയ്യായിരുന്നു. ഈ ഇപ്പോൾ കാണുന്ന റൈസ് ബാഗൊക്കെ നിങ്ങൾക്ക് ലാമിനേറ്റ് 7 കളേഴ്സൊക്കെ ആയിട്ട് വരുന്ന സാധനം, അതെ, അത് ഞാനാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റിൽ. അത് കൊണ്ടുവന്ന് ഒന്ന് ബ്രാൻഡിങ് ചെയ്തു, വണ്ടികളിൽ ബ്രാൻഡ് ചെയ്തു ഞാൻ. ഒരു ബ്രാൻഡ് റീകോൾ എന്ന് പറയുന്ന ഒരു സാധനം. അപ്പോൾ നമ്മളിങ്ങനെ കാണുമ്പോൾ എല്ലാം
ഇപ്പം നമ്മൾ വണ്ടിയുടെ ബാക്ക് ചെയ്യുമ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ ബാക്കിൽ ഒരു പരസ്യം കണ്ടാൽ നമ്മൾ വേറെ വർത്തമാനത്തിലാണ് ഇത് വായിക്കും. അപ്പോൾ ഈ ബ്രാൻഡ് റീകോണ്ടാവും. നമ്മുടെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുമ്പോൾ ആൾക്കാർ ഇങ്ങനെ വണ്ടിയിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ, അന്ന് 15 വണ്ടിയേ ഉള്ളുവെങ്കിലും ഒരു 150 വണ്ടിയുടെ ഫീലിംഗാണ്. കാരണം ആൾക്കാർ തിരുവനന്തപുരത്ത് പോകുമ്പോഴും 2 വണ്ടി അങ്ങോട്ട് പോകണം, 3 വണ്ടി ഇങ്ങോട്ട് പോകണം. അപ്പോൾ എപ്പോഴും കുറേ വണ്ടി ഉണ്ടെന്നുള്ളൊരു ഫീലിംഗ് ഇതുമേ സൈഡിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ റീകോൾ കൊണ്ടുവന്നു. പ്ലസ് നമ്മൾ ലാമിനേറ്റഡ് ബാഗ്സ് കൊണ്ടുവന്നു. ആ ബാഗ് കൊണ്ടുവന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് തന്നെ പല സാധാരണക്കാർ ഈ നമുക്ക് വീടുകളിൽ നമ്മൾ തുണിക്കടയിൽ നിന്നൊരു സാധനം മേടിച്ചാൽ നല്ല ബാഗാണെങ്കിൽ അത് ഉപയോഗിക്കും. സാധാരണ പണിക്കാരൊക്കെ മറ്റുള്ള ആൾക്കാർ പണിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ ഈ ശരിക്കും കേരളത്തിൽ നമ്മുടെ ഈ ബാഗ്സ് ഭയങ്കരമായിട്ട് 10 കിലോനെ മാത്രമേ ഞാൻ പ്രൊമോട്ട് ചെയ്തത്. മറ്റൊരു വലിയ ജാക്കിനെ ഞാൻ പ്രൊമോട്ട് ചെയ്തില്ല. അപ്പോൾ അത് ആൾക്കാർക്ക് ബാഗ്സ് മാർക്കറ്റ് വീട്ടിലിങ്ങനെ കുമിഞ്ഞു കൂടുമ്പോൾ ഇതിൽ തൂക്കി പിടിച്ചു കൊണ്ടുപോവുക എന്ന് പറയുന്നത് ബ്രാൻഡിങ് ഇങ്ങനെ ഭയങ്കരമായിട്ടുണ്ടായി. അത് നമ്മുടെ അതായത് കസ്റ്റമേഴ്സിനെ കൊണ്ട് നമ്മൾ പരസ്യം ചെയ്യാൻ തുടങ്ങി. അതെ. അപ്പോൾ അതൊരു വലിയ റെഡി ക്യാഷിന് വിൽക്കുക, ബ്രാൻഡ് റീകോൾ ഉണ്ടാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തൊരു പണി എന്ന് പറഞ്ഞാൽ റൈസ് പൗഡർ മാർക്കറ്റിൽ കൊണ്ടുവന്നതാണ്. അങ്ങനെ ശീലമേ കേരളത്തിലില്ല. അടുക്കളയിലേക്കുള്ള എല്ലാ സാധനവും ബ്രാൻഡിൽ മാക്സിമം എത്തിക്കുക എന്നുള്ള ശീലം ഫസ്റ്റ് കൊണ്ടുവന്ന് ഞാനായിരുന്നു. അന്ന് പല ബ്രാൻഡ്സ് ഉണ്ട്, കറി മസാല ഉണ്ടാക്കും, ചില ബ്രാൻഡ്സ് അരി ഉണ്ടാക്കും എന്നുള്ളതല്ലാതെ മറ്റുള്ള എല്ലാം കൂടി ഉണ്ടാക്കുന്നൊരു കമ്പനി ഉണ്ടായില്ല. എല്ലാം ഞങ്ങൾ തരാം. അപ്പോൾ ഞങ്ങൾ തരാം. അപ്പം ഞാൻ അത് റൈസ് പൗഡർ ഇറങ്ങിയപ്പോഴും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട്, ആൾക്കാർ കളിയാക്കി അങ്ങനെ നമ്മളെല്ലാം വീട്ടിൽ കൊണ്ടുപോയി ഫ്ലവർ മില്ലിൽ പൊടിക്കുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ പാക്കറ്റിൽ കൊണ്ട് ചെല്ലുമ്പോൾ പ്രൈസ് കൂടും. അത് ആൾക്കാർ അത്ര അക്സെപ്റ്റ് ചെയ്യില്ല. പിന്നീട് അത് നമ്മൾ ഇതേ സ്ട്രാറ്റജികൾ പലതും കൊണ്ടുവന്ന് അക്സെപ്റ്റ് ചെയ്യിച്ചു. പക്ഷെ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് അത് വലിയ സെയിലായി മാറി. ആൾക്കാർക്ക് കൺവീനിയൻ്റ് ആയി. കാരണം ഇത് പൊടിക്കണ്ട സാധനം മേടിച്ചാൽ മതി, റെഡി കിട്ടും. അതൊരു വലിയ അതിന് പുറകെ പിന്നെ കറി മസാല കൊണ്ടുവന്നു, അതിൻ്റെ പുറകെ നമ്മൾ പിക്കിൾ കൊണ്ടുവന്നു. അങ്ങനെ ബ്രാൻഡ് അതിൻ്റെയൊക്കെ സ്ട്രാറ്റജി, അതിൻ്റെ അരിയുടെ സ്ട്രാറ്റജി അല്ലായിരുന്നു നമ്മൾ റൈസ് പൗഡറിന് എടുത്തത്. അതിൻ്റെ സ്ട്രാറ്റജി അല്ലായിരുന്നു നമ്മൾ കറി മസാലയ്ക്കും പിക്കിളിന് എടുക്കുക. കാരണം ഇതെല്ലാം ചെറിയ ചെറിയ പാക്കറ്റ്സ്. നിങ്ങൾക്ക് ഒരു 4 ആളുള്ള വീട്ടിൽ ഒരു 25 കിലോ അരി ഒരു മാസം വേണമെങ്കിൽ 4 ആളുള്ള വീട്ടിൽ ചെറിയ 10 പാക്കറ്റ് മതി മസാല. അപ്പോൾ അത് അത്ര എളുപ്പമല്ല. അരി ഒരു ലോഡ് ഇന്നാട് പോയി കഴിഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് ഇറക്കിയിട്ട് ഇങ്ങോട്ട് വരും. മസാല ഒരാഴ്ച കഴിഞ്ഞാൽ ആ വണ്ടി വിറ്റ് തീർക്കില്ല. കാരണം അത് ഒരുപാട്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രാറ്റജികൾ വ്യത്യാസമുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന സെയിലായിരിക്കണം എപ്പോഴും കൂടുതൽ വിൽക്കേണ്ടത്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനം സാമ്പാറായിരിക്കും, കറി മസാലയിൽ. നമ്മൾ മറ്റുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്താൽ പുട്ടായിരിക്കും, ചില വീട്ടിൽ ഇഡ്ഡലി ആയിരിക്കും, ദോശയുണ്ട്. പക്ഷെ പുട്ട് എന്ന് പറയുന്ന സാധനം മലയാളിയുടെ സാധനം. അത് അപ്പോൾ നമ്മൾ ഈ സെയിലിൻ്റെ പ്രൊപ്പോർഷൻ നോക്കും. അല്ലെങ്കിൽ കോമ്പറ്റീറ്റർ അതിൻ്റെ അകത്ത് വന്ന് ആ സെയിൽ എടുത്താൽ അവൻ അതിജീവിക്കും. അപ്പോൾ നമ്മൾ അതിനെ ഭയങ്കരമായിട്ട് നോക്കുമായിരുന്നു. മസാല എടുത്താൽ ഏറ്റവും കൂടുതൽ സാമ്പാർ വെക്കാൻ ശ്രമിക്കും, അതിന് ചിക്കൻ വിൽക്കാൻ ശ്രമിക്കും, അതിന് ഫിഷ് വിൽക്കാൻ ശ്രമിക്കും, അത് കഴിഞ്ഞ് ബാക്കി എന്തും വിൽക്കാൻ ശ്രമിക്കും. കാരണം ഇത് നമ്മുടെ ഒരു മലയാളികളുടെ വീട്ടിൽ കൂടുതൽ ചെന്നാലാണ് കാര്യമുള്ളൂ. അപ്പോൾ അങ്ങനെ ബ്രാൻഡ് വളരെ സ്ട്രാറ്റജികൾ കൊണ്ടുവന്നു. വെജിറ്റേറിയൻ സാമ്പാർ എന്ന് പറഞ്ഞ സ്ട്രാറ്റജി കൊണ്ടുവന്നു നമ്മളായിരുന്നു. നിർഭറ സാമ്പാർ, ശുദ്ധ വെജിറ്റേറിയൻ സാമ്പാർ എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി. വെജിറ്റേറിയൻ അല്ലാത്ത സാമ്പാറുണ്ടോ? ടേസ്റ്റ് മേക്കേഴ്സ് ചേർത്ത. ഇപ്പോൾ നിങ്ങൾക്ക് മാഗിയുടെ ക്യൂബ്സ് എന്താണ്? ചിക്കൻ ക്യൂബ് അല്ലേ, പ്രോൺസ് ക്യൂബ് അല്ലേ? അത് നിങ്ങൾ ആഡ് ചെയ്താൽ എന്താ? നിങ്ങൾ ഈ സാമ്പാറിൽ ആഡ് ചെയ്താൽ നോൺ വെജ് ആയി പോയില്ലേ വീട്ടിലുണ്ടാക്കണ കറിയിൽ? അപ്പോൾ അത് ടേസ്റ്റ് മേക്കേഴ്സ് എല്ലാം തന്നെ അനിമൽ ഫാറ്റ്സ് ആണ്. ഓ ശരി. അതപ്പോൾ ഞങ്ങൾ ചേർക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം, നിർഭറ സാമ്പാർ ശുദ്ധ വെജിറ്റേറിയൻ സാമ്പാർ. ആ സ്ട്രാറ്റജി ആയിരുന്നു എനിക്ക് പല ബ്രാൻഡിനെ അതിജീവിക്കാൻ 2011, 2012 കാലഘട്ടത്തിൽ എനിക്ക് സാധിച്ചു. അപ്പോൾ അത് വലിയ സെയിലായിരുന്നു. പിന്നീടുള്ള കാലഘട്ടത്തിൽ നമ്മൾ പോയപ്പോഴാണ് എനിക്കൊരു വലിയൊരു പ്രോബ്ലം കമ്പനിക്ക് ഉണ്ടായത്. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അറിവില്ലായ്മയാണോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ എടുത്തുചാട്ടമാണോ എന്ന് എനിക്കറിയില്ല. കാരണം കമ്പനി വളരെ നന്നായി പോകുമ്പോഴായിരുന്നു ഫുഡ് സേഫ്റ്റി ഇഷ്യൂ നമ്മുടെ കമ്പനിയെ ചെയ്തിട്ട് അത് പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് ഒരു ബാൻ സംഭവിച്ചിട്ടാണ് നമ്മൾ അറിയുന്നത് ബ്രാൻഡിന്. അപ്പോൾ ആ സാധനം എന്താണെന്ന് അന്വേഷിച്ച് നമ്മൾ പോയപ്പോൾ മനസ്സിലാക്കിയത് അവർ അതിനകത്ത് സ്റ്റാർച്ച് കണ്ടു. പക്ഷെ സ്റ്റാർച്ച് കണ്ടു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു കുറ്റമൊന്നുമല്ല. അതിന് ചിലപ്പോൾ ഒരു ഫൈൻ അടയ്ക്കാം. അത് പ്രത്യേക ബാച്ചുകളുണ്ട്. ഇപ്പോൾ നമുക്ക് മഞ്ഞൾ തന്നെ, വയനാട്ടിലുള്ള മഞ്ഞളെടുത്താൽ അതിൻ്റെ മെഡിസിനൽ വാല്യൂ കൂടുതലാണ്. ആ മണ്ണിൻ്റെയാണ്. കാരണം അതിൻ്റെ കുർക്കുമിൻ വാല്യൂ കൂടുതലായിരിക്കും. മറ്റുള്ള സ്റ്റാർച്ച് കാപ്സൊക്കെ കുറവായിരിക്കും. ആ സമയം നിങ്ങൾ മറ്റുള്ള താഴേക്ക് ഇറങ്ങി വന്ന് എടുത്താൽ ആലപ്പുഴ എടുത്ത വ്യത്യാസമുണ്ട്, ഇവിടെ എടുത്ത വ്യത്യാസമുണ്ട്, സേലത്തെടുത്ത വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ കണ്ടൻസ് മാറിയിരിക്കും. മനുഷ്യനെടുത്താലും ഓരോരുത്തരുടെ ശരീരപ്രകൃതി, ഷുഗർ ലെവലും എല്ലാം നമ്മൾ ജീവിക്കുന്ന സാഹചര്യം കൊണ്ടാണ് നമ്മുടെ പ്രഷറും ഷുഗർ ലെവലെല്ലാം വ്യത്യാസം. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാര്യങ്ങൾക്ക് വ്യത്യാസം ഓരോ സ്ഥലത്തുണ്ടാവും, വ്യത്യാസം വരും. ശരിക്കും പറഞ്ഞാൽ സ്റ്റാർച്ച് എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ അതിലൊരിക്കൽ പോലും അതൊരു പ്രശ്നമല്ല. കാരണം നമ്മൾ കഴിക്കുന്ന ചോറിലും കാപ്സും സ്റ്റാർച്ച് ഉണ്ട്.
നമ്മുടെ ഭക്ഷണത്തിൻ്റെ 75% ഇതാണ്. നമ്മുടെ ആരോഗ്യം വളരെ എനർജി കിട്ടുന്നത് അത് തന്നെയാണ്. അപ്പോൾ അത് ഉണ്ട് എന്ന് പറയുന്നതിൽ വലിയ പ്രസക്തിയില്ല. ഉണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു ആ സാധനത്തെ ആ ബാച്ച് പിൻവലിക്കാൻ പറയാൻ 2000 രൂപ ഫൈൻ ഇടാം എന്നുള്ളതുണ്ടായിരുന്നു. എന്തൊക്കെയോ സാഹചര്യം കൊണ്ട് അത് നമുക്ക് എല്ലാം തുറന്നു പറയാൻ പറ്റുന്നതല്ല. പക്ഷേ അതുകൊണ്ട് അതൊരു എമർജൻസി പ്രൊഹിബിഷൻ ബാൻ ആക്ട് ഇട്ടു. അപ്പോൾ അതൊരു IAS ഓഫീസറാണ്, ഉയർന്ന IAS ഓഫീസറായിരുന്നു, ഫുഡ് സേഫ്റ്റി കമ്മീഷണറായിട്ട് ഇട്ടു. അപ്പോൾ അത് നമുക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും അങ്ങനത്തെ ഒരു ആക്ട് ഇടുന്നത് എപ്പോഴും ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ FSSAയുടെ പുതിയ ആക്ട് വന്ന സമയത്തായിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ഭക്ഷ്യവിഷബാധയേറ്റ് ആൾക്കാർ മരിച്ചു വീഴുമ്പോൾ അത് പെട്ടെന്ന് ഗവൺമെൻറ് ഡോക്ടറുടെ ഒരു സർട്ടിഫിക്കറ്റ് എടുക്കണം, ഇതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അങ്ങനത്തെ സാഹചര്യം വന്ന 1 day നോട്ടീസിൽ നമ്മൾ ഫുഡ് മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്കാരെ വിളിച്ചു വരുത്തുകയും അവർക്കൊരു നോട്ടീസ് കൊടുത്തിട്ടാണ് എമർജൻസി പ്രൊവിഷൻ ബാൻ ഇടാൻ പാടുള്ളൂ. ഫുഡ് സേഫ്റ്റി കമ്മീഷൻ എപ്പോഴും ക്വാസി ജുഡീഷ്യൽ അതോറിറ്റിയാണ്, അവർക്ക് ഹാഫ് ജഡ്ജ് ഓഫ് ഗവൺമെൻറ്റുമാണല്ലോ, അവർക്ക് എന്ത് ചെയ്യാം. പക്ഷേ ഇത് എപ്പോഴാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്? ഇങ്ങനത്തെ സാഹചര്യങ്ങളിലാണ്. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട സമയത്ത് അത് ഞങ്ങൾക്ക് നോട്ടീസ് തന്നില്ല. ആദ്യം ബാൻ ചെയ്ത് പത്രക്കാർക്കാണ് നോട്ടീസ് കൊടുത്തത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. മരിച്ചു വീണിട്ടില്ല, ആർക്കും ഭക്ഷ്യവിഷബാധ ഏറ്റിട്ടില്ല. നമുക്കിവിടെ ഗവൺമെൻറ് ചെറിയ സ്റ്റാർച്ച് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പലറ്റ് കോഡുള്ള സാധനം സെൻട്രൽ ഗവൺമെൻറ് ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ കമ്പനിക്ക് അപ്പീലിന് പോകാൻ എല്ലാ സാധനം അവിടെ അപ്പീലിന് പോയിരിക്കുന്നു. അവിടെ നിന്ന് വിട്ട സാമ്പിളിൽ പകുതി കൂടുതൽ അങ്ങനെ ഇല്ല. നമ്മുടെ ഗവൺമെൻറ്റിന് അന്ന് അങ്ങനത്തെ ഒരു ലാബ് ഇവിടെ ഇല്ല. ശരിക്കും പറയാം അത്ര സർട്ടിഫിക്കേഷനുള്ള ലാബില്ലാത്ത സാഹചര്യം നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിൽ വിട്ട് നമുക്ക് അപ്പീലിൽ ഞങ്ങൾ ക്ലിയർ ആകുമ്പോഴാണ് ഈ സാധനം ചെയ്തത്. അപ്പോൾ അങ്ങനെ സാഹചര്യം ഇല്ലാത്ത സാഹചര്യം ഉണ്ടായാൽ പല ബ്രാൻഡ്സിനൂടെ ഉണ്ടായിരുന്ന സമയത്ത് 14 ദിവസം കൊണ്ട് ഈ കമ്പനി ഓപ്പൺ ചെയ്ത് കൊടുക്കണമെന്നാണ്. കാരണം ഈ പെർട്ടിക്കുലറായിട്ടുള്ള ഈ അഫക്റ്റഡ് ബാച്ചിനെ മാർക്കറ്റിനെ തിരിച്ചെടുത്തുകൊണ്ട് പുതിയ ബാച്ചിനെ ഇറക്കുന്നതിന് വേണ്ടി അനുമതി തരണം. അതിന് 14 days തരണമെന്നോ നിയമത്തിൽ എഴുതി. ഞങ്ങൾക്ക് മാത്രം 3 മാസം പാലിക്കപ്പെട്ടില്ല. 3 മാസവും തന്നില്ല. 5 മാസം നിരന്തരമായി ഗവൺമെൻറ് ഓഫീസുകളിലും പലരുടെ അടുത്തും നമ്മൾ കയറി ഇറങ്ങി. നമുക്ക് ഈ നോട്ടീസ് കൊടുത്തു, നമുക്ക് യാതൊരു നീതി. പിന്നെ ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയായിരുന്നു. ഹൈക്കോടതിയിൽ പോയിട്ടാണ് ഞങ്ങൾക്ക് എമർജൻസി പ്രൊവിഷൻ ബാൻ ആക്ട് നിങ്ങൾ ചെയ്ത് തെറ്റാണെന്നും അത് നിയമം ഒരിക്കൽ പോലും ഇങ്ങനെ കാണിക്കാൻ നമുക്ക് ആ സാധനത്തെ സെറ്റ് അസൈഡ് ചെയ്തു, ഓർഡർ ഇല്ലാതെയാക്കി. അങ്ങനെ ബ്രാൻഡ് തിരിച്ചു വന്നു. ഒരു 7 മാസം എടുത്തു. ഞാൻ ചോദിക്കുന്നത്, നിറപറ എന്ന് പറഞ്ഞ ബ്രാൻഡിനെ തകർക്കാനാണോ അത് ചെയ്തത്? തീർച്ചയായിട്ടും അതൊക്കെ അതിൻ്റെ ബാക്കിൽ വലിയ അജണ്ട ഉണ്ടായിരുന്നു. അന്ന് ഏകദേശം കമ്പനിക്ക് 107 കോടി രൂപയുടെ ലോസ് ഉണ്ട്. ഈ 107 കോടി രൂപയുടെ ലോസ് ഉണ്ടായിരുന്നു അന്ന് കമ്പനിക്ക്. അതിൽ നിന്ന് പിന്നെ അതിജീവിക്കുക എന്ന് പറയുന്നത് ഒരു കേരളത്തിൽ ചെറുതായിട്ട് വളർന്നു വന്ന് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വളർന്നു വരുന്ന ഒരു കമ്പനി ഇങ്ങനത്തെ സാഹചര്യം ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ എന്ന് തന്നെ ഞാൻ പറയും. അതിൻ്റെ അകത്ത് അത് മേലധികാരി ഉത്തരവാദിത്തമുള്ളവർ അതിനെ സ്ക്രീൻ ചെയ്യുകയും നോക്കിയില്ല എന്ന് പറയുന്നത്. കാരണം അതിന് വേറൊരു ബ്രാൻഡിന്, ഇവിടെ അറിയപ്പെടുന്ന വേറൊരു ബ്രാൻഡിന് ഇതേപോലെ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തന്നെ സ്പൈസസ് ബോർഡിൻ്റെ ലാബ് ചെക്ക് ചെയ്യണമെന്നാണ്. ഒരു എക്സ്പോർട്ട് ബാച്ച് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ സ്പൈസസ് ബോർഡിനെ അറിയിക്കണം. സ്പൈസസ് ബോർഡ് ഒന്ന് ബാച്ച് എടുക്കണം. ആ ബാച്ച് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്ത ശേഷം അവരുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഇവിടുത്തെ വലിയൊരു ബ്രാൻഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു വലിയ വീഡിയോ ഒക്കെ ഇറങ്ങിയതാണ്. ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ സുഡാൻ കണ്ടു. ഈ തുണിയിൽ വയ്ക്കുന്ന കളറാണ്, മുളകിൽ കണ്ടിട്ട് അതിനെ അപ്പം തന്നെ ഫുഡ് സേഫ്റ്റി ആൾക്കാരെ അറിയിക്കുകയും പരസ്യമായി കുഴിച്ചിടുന്ന വീഡിയോ ഇവിടെ വന്നതാണ്. അത് ഇതേപോലെ ബാൻ ചെയ്തിരുന്നു. അന്ന് വളരെ സുതാര്യമായിട്ട് അന്നത്തെ മുഖ്യമന്ത്രി ആ നോട്ടീസ് ബാൻ ചെയ്യുകയും ഇപ്പുറത്ത് അപ്പീൽ മേടിക്കുകയും ഇപ്പം തന്നെ അപ്പീൽ ഇപ്പോഴത്തെ തന്നെ ചീഫ് സെക്രട്ടറി ഒപ്പിട്ട് കമ്പനി ഓപ്പൺ ചെയ്ത് ഒരു പേപ്പർ വർക്ക് മാത്രം കമ്പനി കൂട്ടിയില്ല, വേഗം നടന്നു. നമുക്ക് മാത്രം 7 മാസം എന്തുകൊണ്ട് സംഭവിച്ചു? ഹൈക്കോടതിയിൽ പോയിട്ട് സാധാരണ ഹൈക്കോടതി ഒരിക്കൽ പോലും ഇങ്ങനത്തെ കേസുകളെ എടുക്കില്ല. കാരണം ഒരു ഫുഡ് റിലേറ്റഡാണ്, ജനങ്ങളെ ബാധിക്കുന്നതാണ്. ഞങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യേണ്ടത് ജനങ്ങളെയാണ് എപ്പോഴും കോടതിക്ക് അത് ബോധ്യപ്പെട്ടിട്ടാണ് ഫയൽ സ്വീകരിച്ചത്. ആ ഫയൽ സ്വീകരിച്ചിട്ടുള്ള ആ ഫയൽ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ ആൾക്കാരുമായി വാദിച്ച് കാര്യങ്ങൾ മനസ്സിലായപ്പോഴാണ് ഇത് വലിയ കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലായത്. സ്റ്റാർച്ച് എന്ന് പറഞ്ഞ ശരീരത്തിന് ആവശ്യമുള്ള സാധനം അത് ടെസ്റ്റ് ചെയ്ത് ആ സാധനം കണ്ടുപിടിച്ചു. കഴിഞ്ഞും ഗവൺമെൻറ്റിന് അങ്ങനെ കണ്ടുപിടിച്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ജനങ്ങളെ ബാധിക്കുമെങ്കിൽ അതിനൊരു ഫൈൻ ഇടാം, ആ ബാച്ച് പിൻവലിക്കാൻ പറയാന്നുള്ളത് അല്ല. നടപടിക്രമങ്ങളുണ്ടല്ലോ എല്ലാത്തിനും. അതെ, എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ നമ്മളെ ഒരു ബിസിനസ്സിനെ തകർക്കൽ തന്നെയാണ് സംഭവിച്ചത്. അന്നൊരു 107 കോടിയോളം കമ്പനിക്ക് ലോസ് ഉണ്ടായിട്ടുണ്ട്. കമ്പനി പിന്നെയും വേറെ ബാങ്കുകളെ സമീപിച്ച് നമ്മൾ അടുത്ത ബാങ്കിൽ പോയി കൂടുതൽ ലോൺ എടുത്ത് നമ്മൾ തിരിച്ചു വന്നത്, അതിശക്തമായിട്ട് തിരിച്ചു വന്നു. ഞങ്ങൾ പറഞ്ഞ സ്ട്രാറ്റജി അന്ന് പല കമ്പനികളിലും ഇതൊക്കെ ഉണ്ട്, സുഡാനുണ്ട്, ലെഡ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പല ബ്രാൻഡിനും ആ കാലഘട്ടത്തിൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. ബ്രാൻഡ് ബാൻ ചെയ്യപ്പെട്ടിരുന്നു, ഫോറിൻ പാർട്ടിക്കിൾസ് ആയിരുന്നു.
ഇതെല്ലാം ഫോറിൻ പാർട്ടിക്കിൾസ്. സുഡാൻ അതിലുണ്ടാവാൻ പാടില്ല, ലെഡ് ഉണ്ടാവാൻ പാടില്ല, അതൊക്കെ ഫോറിൻ പാർട്ടിക്കിൾസ്. ഈ സ്റ്റാർച്ച് എന്ന് പറയുന്നത് ഈ പ്രോഡക്റ്റിൽ തന്നെ ഉള്ളതാണ്. അതിൻ്റെ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾ അവരെല്ലാം അന്ന് ആഡ് ചെയ്ത് തിരിച്ചു വന്നത് ഞങ്ങൾ ലെഡില്ലാത്തത്, ഞങ്ങൾ 1000 ലാബിൽ ടെസ്റ്റ് ചെയ്തു, ലെഡില്ല എന്നൊക്കെ പറയുന്ന ഫ്രണ്ട് പേജുകളിൽ പത്രങ്ങളിൽ ഭയങ്കര ആഡ് ചെയ്തിട്ട് തിരിച്ചു വന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ഈ വേറെ ഒരു കറി മസാല എന്ന് പറയുന്നതും ഇതേപോലെ ഞങ്ങളിൽ സുഡാനില്ല, ഞങ്ങൾ ലാബിൽ ടെസ്റ്റ് സുഡാനില്ല എന്ന് പറഞ്ഞാൽ വന്നത്. പക്ഷെ ഞങ്ങൾ ചെയ്തത് എന്തായിരുന്നു, ഞങ്ങളിൽ സ്റ്റാർച്ച് ഉണ്ട് എന്ന് തന്നെ പറഞ്ഞു. ഇവരുണ്ടെന്ന് പറഞ്ഞ് ബാൻ ചെയ്ത സാധനം ഞങ്ങൾ തിരിച്ചു വന്ന ആഡിലും അത് തന്നെയാണ്. നമ്മുടെ മുളകിൽ ശരീരത്തിന് ആവശ്യമായ സ്റ്റാർച്ച് ഉണ്ട് എന്ന് ജനത്തെ ബോധവൽക്കരിച്ചു, ഞങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്തു. ഞാൻ അതിന് വേണ്ടിയിട്ട് 10-12 ആഡ് എടുത്തു, എഡ്യൂക്കേഷണൽ ആഡ് എടുത്തു, വൈറലാക്കി, വാട്സപ്പിൽ പോകുന്ന ചെറിയ ചെറിയ ഇതുണ്ടാക്കി നമ്മൾ നന്നായി ജനങ്ങളിലേക്ക് എത്തിച്ചു. ആ എത്തിച്ചപ്പോൾ ജനത്തിന് ബോധ്യമായി ഇത് ശരീരത്തിന് ആവശ്യമുള്ള സാധനം തന്നെയാണ്. അത് കോടതിയുടെ ഓർഡർ അങ്ങനെ തന്നെയായിരുന്നു, ആവശ്യമുള്ള സാധനം. ഇപ്പോൾ ഒരു മുളകിൻ്റെ നിങ്ങളെടുത്ത് അതിനകത്ത് കളറുണ്ട്, എരിവുണ്ട്, സ്റ്റാർച്ച് ഉണ്ട്, എല്ലാം ഉണ്ട്. എരിവ് മാത്രം നിങ്ങൾ കഴിച്ചാൽ അങ്ങോട്ട് പൊള്ളിപ്പോവും. അപ്പോൾ അത് പ്രകൃതി തന്നെ സ്റ്റാർച്ചും എല്ലാം ചേർത്തിട്ടാണ് അതിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു മഞ്ഞളിൻ്റെ അതിൻ്റെ അകത്തുള്ള കുർക്കുമിൻ എന്ന് പറഞ്ഞ സാധനം 1.5% 2%. ഫുഡ് സേഫ്റ്റി പറയുന്നത് 2% താഴെ ഉണ്ടാവണം, 1.5-നും 2-നും ഇടയ്ക്ക് ഉണ്ടാവണമെന്നാണ്. ചിലതിൽ 6% ഉണ്ട്. അതിനാണ് അത് എക്സ്ട്രാക്ട് ചെയ്ത് നമ്മൾ കഴിക്കുന്നത് മെഡിസിനായിട്ട്. ആ മഞ്ഞൾ മുഖം എടുത്താൽ നമ്മൾ കട്ട് ചെയ്ത നടുക്കൊരു ഡോട്ട് പോലെ കാണുന്ന സാധനം, ബാക്കിയുള്ള ഭാഗം പ്രകൃതി ഉണ്ടാക്കിയിരിക്കുകയല്ലേ, അതിൽ സ്റ്റാർച്ചും എല്ലാം ഉണ്ട്. അപ്പോൾ അത് നമുക്കൊരിക്കൽ പോലും ഒന്നും തടയാൻ സാധിക്കുന്നതല്ല. ഫോറിൻ പാർട്ടിക്കിൾസ് ഉള്ളതിനെ അവിടെ തടഞ്ഞിട്ടില്ല. അവരെല്ലാം അങ്ങനെ പറഞ്ഞപ്പോഴും ഞങ്ങൾ തിരിച്ചു വന്നത് അന്ന് 2016 തിരിച്ചു വന്നത് ഞങ്ങളുടെ സ്റ്റാർച്ച് ഉണ്ടെന്ന് തന്നെയായിരുന്നു. അത് ശരീരത്തിന് ആവശ്യമുള്ളതാണ്, അത് കഴിക്കണം നിങ്ങൾ എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. ആ സ്ട്രാറ്റജി ഭയങ്കരമായിട്ട് ഹിറ്റായും ബ്രാൻഡ് തിരിച്ചു വന്നു. പക്ഷേ ബ്രാൻഡ് തിരിച്ചു ശക്തമായിട്ട് വരുമ്പോഴും പിന്നെയും നമുക്കിവിടെ ഒരുപാട് ഇഷ്യൂകളുണ്ടായി. പിന്നെ ഡിമോണിറ്റൈസേഷൻ ഉണ്ടായി, GST ഇംപ്ലിമെൻറ്റേഷൻ മാർക്കില്ല. 1 ഇയർ അത് ബിസിനസ്സിന് പിന്നെയും മാർക്കറ്റ് ജനങ്ങളത് അക്സെപ്റ്റ് ചെയ്യാനും തിരിച്ചു വരാനും ഭയങ്കരമായിട്ട് സമയമെടുത്തതാണ്. പിന്നെ അതൊക്കെ നമ്മൾ അതിജീവിച്ച് തിരിച്ചു വരുമ്പോൾ ആണ് 2018 ഞങ്ങളുടെ ഈ മേഖലത്ത് വലിയ ഫ്ലഡ് ഉണ്ടായി. ഡാം തുറന്ന് ഞങ്ങളെല്ലാം പുഴയുടെ സൈഡിലാണ് ഇരിക്കുന്നത്. ഈ ഭാഗമൊക്കെ ഏകദേശം ഒരു 14 അടി വെള്ളത്തിൻ്റെ ഇതിലായിരുന്നു. ഈ ഫാക്ടറിയൊക്കെ എല്ലാം തന്നെ 14 അടി വെള്ളത്തിൻ്റെ അടിയിൽ പോയി. ഞങ്ങളുടെ 120 കോടി രൂപയുടെ സ്റ്റോക്ക് ഒഴുകിപ്പോയി, മെഷീനറികൾ ഒഴുകിപ്പോയി. വളരെ കുറവാണല്ലേ 120 കോടിയുടെ സ്റ്റോക്ക് അന്നുണ്ടായത്. അന്ന് പോയി അതെല്ലാം. കാരണം അത് ഞാൻ പറയാൻ കാരണം ഞങ്ങളുടെ 8 ദിവസം മുമ്പായിരുന്നു ബാങ്കിൻ്റെ സ്റ്റോക്ക് ഓഡിറ്റ് ഉണ്ടായത്. സ്റ്റോക്ക് ഓഡിറ്റിൽ ബാങ്ക് ഈ സ്റ്റോക്കെല്ലാം കണ്ടെത്തിയിട്ടുള്ളതാണ്, റിപ്പോർട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് പറയാതെ ഞാൻ വെറുതെ പറയണ്ട. അപ്പോൾ സ്റ്റോക്ക് ഓഡിറ്റ് കഴിഞ്ഞ സമയത്തായിരുന്നു. അപ്പോൾ ആ സാധനം August 14 വെള്ളം പൊങ്ങുന്നത്. അപ്പോൾ അന്ന് വെള്ളം പൊങ്ങി അതെല്ലാം. അപ്പോൾ ഞങ്ങൾക്ക് അടിക്കടിക്കുണ്ടായ ഒരു ഫുഡ് സേഫ്റ്റി ഇഷ്യൂ. 120 കോടിയുടെ സ്റ്റോക്ക് ഒഴുകിപ്പോയപ്പോൾ എന്താ ചെയ്ത്? അല്ല, നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. കാരണം നമ്മൾ ഇൻഷൂർ ചെയ്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ അടുത്ത സംഭവം അതാണ്. ഞങ്ങൾ ഇൻഷൂർ ചെയ്തു. അന്നത്തെ സ്റ്റോക്കിനും വാല്യൂവിനൊക്കെ നമ്മൾ ഇൻഷൂർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇത് നാച്ചുറൽ കലാമിറ്റി ആയിട്ട് പ്രഖ്യാപിച്ചു. കളക്ടർ വന്ന് നോക്കി, എല്ലാവർക്കും അറിയാവുന്ന വെള്ളം ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ ഞങ്ങളുടെ സ്റ്റോക്കൊക്കെ പുഴകൾ ഒഴുകിപ്പോയി. ഇതിൻ്റെ അകത്തുള്ളത് പലതും മെഷീനറികൾ പലതും ഇല്ല. വെള്ളം വന്നിട്ട് ഷട്ടറൊക്കെ തള്ളി തുറന്ന് ഇതിൻ്റെ അകത്തുനിന്ന് ഉള്ള സാധനം ഒഴുകിപ്പോയി. ഇതിൻ്റെ അകത്ത് പശു അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചത്ത് കിടക്കുന്നു. നമുക്ക് പോലും ചെന്നപ്പോൾ ചെളി, നമുക്ക് 10 അടി 15 അടി പൊക്കത്തിൽ വേറെ സ്ഥലങ്ങളിലുള്ള ചെളിയായിരുന്നു. ഇതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് രണ്ടാമത് മെഷീൻ മേടിച്ച് രണ്ടാമത് ജനറേറ്റർ മേടിച്ച് സെറ്റ് ചെയ്തെടുക്കാൻ അന്നും 5-6 മാസം എടുത്തു. അപ്പോൾ ഇതെല്ലാം കമ്പനിയെ ഒരു ചെറിയ കമ്പനി ഇൻഷുർ ചെയ്തതുകൊണ്ട് നമുക്കൊരു അതിൻ്റെ 40% കിട്ടി. ഒരു 40 crores താഴെ കിട്ടി. അപ്പോൾ അതിൻ്റെ അടുത്ത ഇഷ്യൂ ബാങ്ക് പറയുമല്ലോ നിങ്ങളുടെ സ്റ്റോക്കില്ല, അപ്പോൾ നിങ്ങൾ ഓടി കുറയ്ക്കൂ. അപ്പോൾ അടുത്ത ഇഷ്യൂ ആണ്. കാരണം നമുക്ക് 120 കോടി ഓടി ഉണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് പറയും നിങ്ങളുടെ സ്റ്റോക്ക് പോയി, അപ്പോൾ നിങ്ങൾക്ക് അത്രയും പൈസ ആവശ്യമില്ല. അപ്പോൾ അവരുടെ കാര്യമാണ് പറയുന്നത്. സ്റ്റോക്ക് നമുക്ക് സെയിൽ 6 മാസം സംഭവിച്ചില്ല എങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി സെയിൽ കുറവല്ലേ, ഒരു വർഷം കാണിക്കുള്ളൂ. അപ്പോൾ അവർ പറയും നിങ്ങൾ സെയിലില്ല. നാച്ചുറൽ കലാമിറ്റിയൊക്കെ നമ്മുടെ മാത്രം ഇഷ്യൂ ആണ്. കോടി തിരിച്ചു സാഹചര്യങ്ങൾ. അപ്പോൾ വരുന്ന 40 കോടി ഒരു 50 കോടി ഇൻഷുറൻസ് വന്നത് ബാങ്ക് എടുത്തു. അപ്പോൾ പിന്നെയും നമുക്കിവിടെ വർക്ക് ക്യാപിറ്റൽ ഇഷ്യൂ ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനത്തെ ചില സാഹചര്യങ്ങളിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പിന്നീട് കോവിഡ് അത് കഴിഞ്ഞ് ഒട്ടനെ അതിനെ അതിജീവിച്ച് 1 വർഷം കൊണ്ട് നമ്മളതിനെ അതിജീവിച്ച് പിന്നെയും ബാങ്കിനെ മനസ്സിലാക്കി കാര്യങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ വേറെ ഫണ്ടൊക്കെ നമ്മൾ സംഘടിപ്പിച്ച് കാര്യങ്ങളിലേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് ഇവിടെ കോവിഡ് ലോക്ക്ഡൗൺ ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഈ കമ്പനിക്ക് എക്സ്ട്രാ ഉണ്ടായത് മറ്റുള്ള കമ്പനിയിൽ 2 എക്സ്ട്രാ, 2 ഫ്ലഡ് 18-ലും 10-ലും ഫ്ലഡ് ഉണ്ടായി. 2016 ഉണ്ടായിരുന്നു ഫുഡ് സേഫ്റ്റി ഇഷ്യൂ.
പിന്നെ നമുക്കുണ്ടായ നോട്ട് നിരോധനവും GST ഇംപ്ലിമെൻറ്റേഷൻ എല്ലാം തന്നെ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ഇതെല്ലാം മാർക്കറ്റിൻ്റെ ഒരു ഫ്ലക്ച്വേഷനാണ് സംഭവിക്കുന്നത്. ഞങ്ങൾക്കുണ്ടായ 2 എക്സ്ട്രാ സാധനമായിരുന്നു അത്. ഇതെല്ലാം കൂടി നമ്മളൊരു വേറൊരു കൈത്താങ്ങില്ലാതെ ബാങ്കിനെ മാത്രമേ ആശ്രയിച്ച് നമ്മൾ ഒരുപാട് ഉയർന്ന് ബ്രാൻഡിങ് ഒക്കെ ചെയ്ത് സ്വന്തം എഫേർട്ടിലും ചെയ്ത് നമ്മൾ പൊങ്ങി വരുന്ന ഒരു ബ്രാൻഡിന് ഇവിടുത്തെ ഒരു സപ്പോർട്ടില്ലായ്മ എന്നും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് പറയും ഇവിടെ മൊറട്ടോറിയം തന്നു പറയും. മൊറട്ടോറിയം എന്താണ്? അവർ സഹിച്ചിട്ടൊന്നുമില്ല. ആ സമയത്ത് നമുക്ക് അടയ്ക്കണ്ട, കുറച്ചൊന്ന് നീക്കി പിടിച്ചു. അത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് അതിൻ്റെ ഡബിൾ ഇൻട്രസ്റ്റോടെ അടയ്ക്കണം. പിന്നെ ഉണ്ടായ കറണ്ട് കാശ് ആ സമയത്ത് അടയ്ക്കണ്ട. നമ്മൾക്ക് HT ആണ്, ഹൈ ടെൻഷനാണ്. ഞങ്ങൾക്കൊരു ബേസിക് കറണ്ട് കാശ് ഉണ്ട് ഓടിച്ചില്ലെങ്കിലും, അപ്പോൾ അത് കറണ്ട് അടയ്ക്കണം. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് പിന്നീട് ഒരു വലിയ ബേർഡനാണ് വരുന്നത്. കേൾക്കുമ്പോൾ തോന്നുന്നു ഭയങ്കര സഹായമാണെന്ന്. കേൾക്കുമ്പോൾ തോന്നും നമുക്ക് അപ്പം കിടന്നുറങ്ങാമെന്നുള്ളൂ, NP ആവില്ല. പക്ഷേ അതിനേക്കാൾ വലിയ പ്രോബ്ലത്തിലേക്കാണ് നമ്മളെല്ലാം പോയത്. ഇവിടെ പല കമ്പനികളും പിന്നീട് നമുക്ക് പുറത്തറിയാത്ത ലെവലിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം അന്നത്തെ കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് ഇത്തിരി നേരത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവർക്കത് പിന്നീട് അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ആ സമയത്ത് നമുക്ക് മനസ്സിലായി ഇനി ബാങ്കിനെ ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ ഞാൻ വലിയ കടത്തിലേക്ക് കയറിപ്പോവും. അപ്പോഴാണ് ഇവിടെ പല ബ്രാൻഡ്സും പുറത്തുള്ള ഫോറിൻ കമ്പനികൾക്ക് ഇതിനെ സെയിൽ ചെയ്തുകൊണ്ട് അവരെല്ലാം രക്ഷപ്പെട്ടു. ഇവിടുത്തെ വലിയ പല കറിപ്പോട് ബ്രാൻഡ്സും എടുത്ത് അവരൊക്കെ രക്ഷപ്പെട്ടു. കാരണം അവർ വേറെ ആൾക്കാർ വന്ന ബ്രാൻഡും ഫാക്ടറിയും പർച്ചേസ് ചെയ്തു, കാശ് കിട്ടി. ഒരു കണക്കിന് വളരെ നല്ലതാണ്. കാരണം നമുക്ക് ടെൻഷനില്ലല്ലോ. മാസാവസാനം ബാങ്കിൻ്റെ പൈസ അടയ്ക്കണം, GST അടയ്ക്കണം, അതുപോലെ കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം പ്രശ്നത്തെ നമ്മൾ അതിജീവിക്കും. പിരിവ്, പരസ്യം. ഒരാൾക്കൊരു പരസ്യം കൊടുത്തില്ലെങ്കിൽ മതി ബ്ലാക്ക് മെയിലിംഗ് സംഭവിക്കുക. ചെറിയ ഉദ്യോഗസ്ഥന് ഒരു പ്രാവശ്യം നമ്മൾ 10 കിലോ അരി വെച്ചിട്ട് കൊടുക്കാതിരുന്നാൽ മതി, നമുക്ക് ഒരു പ്രാവശ്യം ഫോൺ എടുക്കാതിരുന്നാൽ മതി. നമ്മുടെ ഹരാസ്മെൻറ്റിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ ഇതൊക്കെ അങ്ങനത്തെ കാലഘട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. ഇപ്പോൾ പല ബ്രാൻഡ്സ് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ എല്ലാം അവർ വിറ്റ് കളഞ്ഞു. പിന്നെ വന്നിട്ടുള്ളതെല്ലാം മെക്കോർമിക്കും എന്നൊക്കെ പറയുന്ന ഒക്കലെ എന്നൊക്കെ പറയുന്ന വലിയ കോർപ്പറേറ്റ്സാണ്. അവരുടെ മുന്നിൽ ഞങ്ങൾ ബാങ്ക് ലോൺ എടുത്ത് അവരെ ഫൈറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും? ലോൺ അവർക്ക് ബാങ്ക് ലോൺ ഇല്ലാതെ ക്യാഷ് റിച്ച് ആൾക്കാർ. കാരണം പഴയ ആൾക്കാരാണെങ്കിൽ പിന്നെ ബാങ്ക് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അവർ ആ മാർക്കറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്കീംസിനൊക്കെ ഒരു കണക്കുണ്ടാവും. പക്ഷേ ബാക്കി 2 കോർപ്പറേറ്റ്സ് പുറത്ത് നിൽക്കുമ്പോൾ ഞാൻ ഒരാൾ ബാങ്ക് ലോൺ എടുത്ത് ഇത്ര ഇൻസിഡൻറ്റ് കഴിഞ്ഞ് നിൽക്കുമ്പോൾ അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഒന്നെങ്കിൽ ഇതേപോലത്തെ കോർപ്പറേറ്റ്സ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിന് പോവുക, അല്ലെങ്കിൽ ബാങ്ക് വേണ്ട. അത് തന്നെയാണ് അതിൻ്റെ ശരി. ഞാൻ എടുക്കുന്ന പണി മുഴുവൻ ബാങ്കിന് കൊടുക്കുക. ഹരാസ്മെൻറ്റ്, 30th ഡേ സ്റ്റോക്ക് ഓഡിറ്റ്, അതിനെന്തെങ്കിലും കുറവ് വന്നാൽ പ്രശ്നം. അവൻ 30th ഡേ അവൻ്റെ ഇൻട്രസ്റ്റ്, പീനൽ ഇൻട്രസ്റ്റ്. അപ്പോൾ ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചോളം വലിയ ബേർഡനായി വരുമ്പോൾ ഒരു ഇൻ്റർനാഷണൽ ബിസിനസ് അങ്ങനെയാണ്. ഒന്നെങ്കിൽ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരും, അല്ലെങ്കിൽ ചെയ്യുന്നത് ബ്രാൻഡ് കൊടുക്കുക, അടുത്ത ബിസിനസ്സിൽ ആ പൈസ ഉപയോഗിച്ച് പോകുക എന്നുള്ളതാണ്. പൈസ ഇൻട്രസ്റ്റ് ഇല്ലാതെ ലോൺ ഇല്ലാതെ പോകുക എന്നുള്ളതാണ്. അപ്പോൾ ആ സ്ട്രാറ്റജി തന്നെ എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് പല കമ്പനികളെയും KKR നോക്കി. അങ്ങനെയാണ് നമ്മൾ വിപ്രോ എൻ്റർപ്രൈസസ് അന്ന് ഫുഡ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതിന് വേണ്ടി ഭയങ്കരമായിട്ട് ഒരു സർവേ ചെയ്ത് നടക്കുന്ന സമയത്താണ് നമ്മളത് അറിഞ്ഞു. അപ്പോൾ നമ്മളങ്ങനെ അസോസിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അവർക്ക് ഒരു കേരള ബ്രാൻഡ് ആയതുകൊണ്ട് അവർക്കത് അങ്ങനെ കേരളത്തിൽ ഒരു താല്പര്യമൊന്നും. പക്ഷേ നമ്മളതിനെ കൺവിൻസ് ചെയ്യാൻ നമുക്ക് സാധിച്ചു. അവരത് പഠിച്ചു. ഒരു 8 മാസം 9 മാസം 10 മാസം എടുത്തു. ചെറിയൊരു കാലയളവല്ല കൺവിൻസ് ചെയ്യാൻ വേണ്ടി. 10 മാസം 11 മാസം എടുത്തു. നമ്മൾ ആ കാലഘട്ടം കൊണ്ട് പല പ്രോബ്ലങ്ങളും എനിക്കും ഉണ്ടായിട്ടുണ്ട്, കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വിപ്രോ അതിനെല്ലാം അസോസിയേറ്റ് ചെയ്തു. വിപ്രോവിന് അത് പഠിക്കേണ്ടതായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ബ്രാൻഡ് വിപ്രോ അക്വയർ ചെയ്തു. അപ്പോൾ മാർക്കറ്റിംഗ്, നിറവേറെ ബ്രാൻഡ് മാർക്കറ്റിംഗ് അവർ ചെയ്യുന്നു, പ്രൊഡക്ഷൻ ഞങ്ങൾ ചെയ്യുന്നു. നമ്മുടെ പകുതി പണി അവർ ഏറ്റെടുത്തു. അതെ, അപ്പോൾ അവർ വലിയ പണി അവർ ഏറ്റെടുത്തു. അപ്പോൾ അതുകൊണ്ട് അത് വലിയ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് റിലാക്സ്ഡായി. അപ്പോൾ ഞങ്ങളിപ്പോൾ ചെയ്യുന്ന സാധനം, ഞങ്ങൾ എല്ലാ സാധനവും ഉണ്ടാക്കും. വി ആർ സെല്ലിങ് ടു വിപ്രോ ഈസ് മാർക്കറ്റിംഗ്, ദേ അക്വയർഡ് ദ ബ്രാൻഡ്. ഞാൻ കേട്ടത് ഈ അരി, പിന്നെ അടുക്കളയിലേക്ക് വേണ്ട സകല സാധനങ്ങളും, അത് കൂടാതെ അടുത്ത ഡൈവേഴ്സിഫിക്കേഷനിലേക്ക് പോകും. അതെ, അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ പറഞ്ഞ വിപ്രോ അക്വയർഡ് ദ ബ്രാൻഡ്. അപ്പോൾ ഞങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നു, വിപ്രോ മാർക്കറ്റ് ചെയ്യുന്ന ഒരു മോഡലാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ലൈക്ക് പാർട്ട്നേഴ്സ്, അങ്ങനെയാണ് വിപ്രോ ഞങ്ങൾ പാർട്ട്നേഴ്സ് എന്നുള്ള തുല്യ ബഹുമാനം. അവർ നല്ല റെസ്പെക്റ്റ് ചെയ്യുന്നു, ഞങ്ങൾ സാധനം കൊടുക്കുന്നു, നമ്മൾ റിലാക്സ്ഡാണ്, വലിയ ജോലിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പോകുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ജോലി വേണമെന്ന് തോന്നിയിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് നോൺ കോമ്പീറ്റ് ഉണ്ട്. 5 വർഷത്തേക്ക് സെയിം പ്രൊഡക്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ എനിക്ക് ഇനി 2 വർഷം കൂടി ഉണ്ട്. അപ്പോൾ വി ആർ ജസ്റ്റ് ഡൂയിങ് ദെൻ. ബട്ട് ഞങ്ങൾ വേറെ കമ്പനി ഫോം ചെയ്തു. അപ്പോൾ നമ്മൾ കോർപ്പറേറ്റ്സായിട്ട് കൂട്ടുകൂടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുമല്ലോ. അവർ ഭയങ്കരമായിട്ട് പഠിച്ചാണല്ലോ പല കാര്യം ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയാണ് ബ്രാൻഡ് അക്വയർ ചെയ്യേണ്ടത്, എങ്ങനെ ബ്രാൻഡിനെ വില കുറച്ച് അക്വയർ ചെയ്യാം. ഇതൊക്കെ ഞാൻ 9 മാസം 10 മാസത്തിൻ്റെ പുറകെ നടന്നപ്പോൾ നമുക്ക് കൂടുതൽ മിടുക്കന്മാരുടെ കൂടെ കൂടുമ്പോഴാണ് നമുക്ക് കോർപ്പറേറ്റ്സിൻ്റെ സ്വഭാവം. അപ്പോൾ ഞങ്ങളും അങ്ങനത്തെ കാര്യങ്ങളായിട്ട് ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു 8 ബ്രാൻഡോളം
ഞങ്ങൾ അക്വയർ ചെയ്തിട്ടുണ്ട്. അത് ഒരു 2 മാസം 3 മാസത്തിനുള്ളിൽ എല്ലാം ലോഞ്ചാവും. ഞങ്ങളത് വളരെ സീക്രട്ടായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കമ്പനി ലോഞ്ച് ചെയ്തു. ഞങ്ങൾ പൾസസ് ഉണ്ട്, അങ്ങനെ പല കമ്പനികളും ഞങ്ങൾ അക്വയർ ചെയ്തിട്ടുണ്ട്. അക്വയർ ചെയ്ത് വലിയ ബ്രാൻഡ്സാണ്. അതൊരു 8 ബ്രാൻഡോളം ഇപ്പോൾ അക്വയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ കാര്യങ്ങളുമായിട്ട്, അതുപോലെ തന്നെ നിത്യോപക സാധനങ്ങൾ തന്നെ വ്യത്യസ്തമായിട്ട് നോൺ ഫുഡുകൾ ബ്രാൻഡ്സ്, അപ്പോൾ അതൊക്കെ ലോഞ്ച് ചെയ്യുന്നതിൻ്റെ ഒരു അതെല്ലാം ഒരു 95% ജോലി കഴിഞ്ഞു. ഒരു 5-8 കമ്പനികളുടെ അക്യൂറിങ്ങിൻ്റെ സൈനിങ് എല്ലാം കഴിഞ്ഞു. FMCG തന്നെയാണ്. അതാണ് കുറച്ചുകൂടി നമുക്ക് എളുപ്പമുള്ള സംഭവം. അപ്പോൾ എക്സ്പോർട്ട് ഒരു മാസം ഒരു 70 to 100 കണ്ടെയ്നേഴ്സ് ഒക്കെ എക്സ്പോർട്ട് ചെയ്യാവുന്ന ബ്രാൻഡ്സാണ് ഇപ്പോൾ നമ്മൾ അക്വയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദൈവം അനുഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും ആ ഒരു സംവിധാനം നിർഭര KKR അങ്ങനെ പോകുമ്പോഴും അതിനൊക്കെ വലിയൊരു സംരംഭം ആക്കാൻ പറ്റും എന്നുള്ള ലെവലിൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഉറച്ചുകൂടി. കാരണം പല കാര്യങ്ങളും പഠിക്കുകയാണല്ലോ. നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്നാണ് നമുക്ക് എന്താണ് നമ്മൾ ചെയ്ത കുഴപ്പം, മുമ്പൊക്കെയുണ്ടായ കുഴപ്പം എന്താണ്, ഞങ്ങൾ എന്താണ് അടുത്തത് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുന്ന എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ വലിയ വലിയ ആൾക്കാരുമായിട്ടുള്ള അസോസിയേഷൻ നമ്മളെ പഠിപ്പിക്കും. പല വേദനകളും നമ്മളെ പഠിപ്പിക്കും. പല ആൾക്കാർ വിട്ടുപിരിഞ്ഞു പോകും നമ്മുടെ സമയത്ത്. നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നില്ല. പക്ഷേ ചില ആൾക്കാർ അപ്രതീക്ഷിതമായിട്ട് നമ്മളെ കൈത്താങ്ങായിട്ട് വരും. അപ്പോൾ വലിയ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അത് അനുഭവം മാത്രമേ നമ്മളെ പഠിപ്പിക്കൂ. അപ്പോൾ നമ്മൾ കുറച്ച് ഒതുങ്ങാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും പുതിയ സംരംഭങ്ങളിലേക്ക് എങ്ങനെ പോകണം എന്ന് നമ്മൾ പഠിച്ച ചില കാലഘട്ടം അനുഭവങ്ങളിൽ നിന്ന് കുറച്ചും കൂടെ കരുത്ത് നേടിയതിൻ്റെ ഒരു ആത്മവിശ്വാസവും ഒരു ഇത്തിരി വൈകാരികമായ സങ്കടം കൂടി എനിക്ക് ആ കണ്ണിനകത്ത് കാണാം. എന്താ മനസ്സിലപ്പോൾ തോന്നിയത് പറയുമ്പോൾ? അല്ല, അതങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കേണ്ട ആൾക്കാരെല്ലാം തന്നെ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കും. നമുക്ക് പൈസയൊന്നുമല്ല, നമുക്ക് ചില സമയത്ത് ചിലർ ധൈര്യമായിട്ടിരിക്കും, ഇതൊക്കെ സംഭവിക്കും, ഒക്കെ എല്ലാം ശരിയാവുമെന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ഭയങ്കര എനർജിയാണ് ചിലർ തരുന്നത്. അപ്പോൾ അതൊന്നും നമുക്ക് ചില ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാലഘട്ടങ്ങളിൽ ചിലത് സംഭവിക്കുക എന്ന് പറയുന്നത് നമുക്കത് വലിയ വേദന ഉണ്ടാക്കുമല്ലോ. അതൊക്കെ അത്രേ ഉള്ളൂ. പിന്നെ നമുക്കത് ഉണ്ടായെങ്കിലും അത് പിന്നീട് അത് വാശിയും 10 ഇരട്ടി വളരാനുള്ള കരുത്ത് തന്നിട്ടുള്ളൂ മനസ്സിന്. അപ്പോൾ അത് തീർച്ചയായിട്ടും അതുകൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ചെയ്ത് കാണിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ അത് വലിയ കരുത്തുണ്ടായിട്ടുണ്ട്. ചെയ്ത് കാണിച്ചു കൊടുക്കുന്നതിനപ്പുറത്ത് ചെയ്തതിൻ്റെ സംതൃപ്തിയാണ്. ചെയ്തു നമ്മൾ ചെയ്തു. നമുക്ക് ഒരു കമ്പനി ഈ അക്യൂറിങ്ങിൻ്റെ സമയത്ത് ഉണ്ടായിട്ടുള്ള ഇഷ്യൂകളിൽ നമ്മളത് മുന്നോട്ട് പോവില്ല എന്നുള്ള സാഹചര്യത്തിലാണ് നമുക്ക് പലരും ചേർന്ന് നിന്നവർ ഇല്ലാതെ ആയത്. പക്ഷെ അത് അവരെല്ലാം പോയ ശേഷമാണ് വിപ്രോയായിട്ട് സൈൻ ചെയ്ത് നമ്മൾ തിരിച്ചു വന്നത്. അത് കഴിഞ്ഞ് അതിനേക്കാൾ വലിയ കാര്യങ്ങളുമായി തിരിച്ചു വരാൻ സാധിക്കും. ഇതൊക്കെ ദൈവർക്കിനി നമ്മുടെ അടുത്തേക്ക് ഒന്ന് അപ്രോച്ച് ചെയ്യാനും ബുദ്ധിമുട്ട് വരികയും അല്ല, അതൊക്കെ നമ്മുടെ ദൈവത്തിൻ്റെ ചില കാര്യങ്ങളല്ല. അതൊക്കെ നമുക്ക് കുറച്ചുകൂടി കരുത്ത് തന്നിട്ടുണ്ട്. ഇത്രയും കാലത്തെ ഒരു അനുഭവം കൊണ്ട് അച്ഛൻ്റെ കാലം തൊട്ട് നമ്മൾ കാണുകയാണ്. കേരളം ഈ ബിസിനസ്സിന് പറ്റിയ ഒരു ഇടമാണോ? തീർച്ചയായിട്ടും അതിനൊരിക്കലും ഒരു മോശം പറയാൻ സാധിക്കില്ല. കാരണം നമ്മളൊരു ബിസിനസ്സിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു ബിസിനസ്. അതിന് നമുക്ക് പഴയ കാലഘട്ടത്തെ കുഴപ്പങ്ങളൊന്നുമില്ല ഇവിടെ. കാരണം ഈ സോഷ്യൽ മീഡിയയുടെ വളർച്ച, അതുപോലെ ഓൺലൈൻ ചാനലുകളുടെ വളർച്ച, അല്ലെങ്കിൽ തന്നെ വ്ളോഗേഴ്സിൻ്റെ വളർച്ച എന്നൊക്കെ പറയുന്നത് മറ്റുള്ള ചില ആൾക്കാരുടെ ആധിപത്യത്തെ കുറച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഓപ്ഷൻ വന്നു. പണ്ട് ഒരു വശത്ത് മാത്രം ആധിപത്യമുള്ള പേടിക്കേണ്ടതുണ്ടായിരുന്നു. ഇനി ഞാൻ വന്നിട്ടൊരു ഞാൻ വന്നൊരു വീഡിയോ പറഞ്ഞാൽ അത് ഭയങ്കര എഫക്റ്റ് ചെയ്യുന്ന കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് പഴയ അവസ്ഥയൊന്നുമില്ല. നമുക്കൊന്നൊരു മന്ത്രിയെ വിമർശിക്കാം, ഇന്നൊരു മുഖ്യമന്ത്രിയെ വിമർശിക്കാം, അല്ലേ? അത് ജനങ്ങൾ ഏറ്റെടുത്താൽ അത് വലിയ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഗവൺമെൻറ്റും അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ സാഹചര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസമുള്ള ഒരുപാട് തലമുറകൾ വന്നിട്ടുണ്ട്. പല സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മോശമെന്നൊന്നും പറയാനില്ല. ചില വ്യക്തിവൈരാഗ്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും. അത് നമുക്ക് മനുഷ്യന്മാർ തന്നെയാണല്ലോ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും ഇൻസിഡൻ്റ് ആകുമ്പോൾ ഒരാളില്ലെങ്കിൽ അതിനൊക്കെ വലിയൊരാൾ നമുക്ക് സഹായിക്കാനുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ സമീപനമല്ലേ. ഞാനത് ചോദിക്കുന്നതിൻ്റെ കാരണം ഈ പറഞ്ഞ പലപ്പോഴും ഈ ചിലപ്പോൾ കയറ്റിറക്ക് പ്രശ്നങ്ങളുണ്ട്, ചിലപ്പം ലാൻഡ് അക്വയർ ചെയ്യുന്നതിൽ നേരിടുന്ന പ്രതിസന്ധികളുണ്ട്, ചിലപ്പം നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ സെറ്റ് ചെയ്യുന്നതിനകത്ത് വരുന്ന ഈ സർക്കാർ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളോ വരുത്തുന്ന മുടക്കം, ഇത്തരം പല കാര്യങ്ങളും ചിലപ്പോൾ ലോൺ അക്വയർ ചെയ്ത് കിട്ടാൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫണ്ട് അനുവദിച്ച് കിട്ടാൻ, പഞ്ചായത്തിൻ്റെ ഒരു അനുമതി കിട്ടാൻ, ഒരു സമ്മതപത്രം കിട്ടാൻ, ഇങ്ങനെ പലപ്പോഴും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലടക്കം പലരും പരിദേവനങ്ങളായിട്ട് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ചെയ്തു തന്നില്ല, അതുകൊണ്ട് എനിക്ക് എൻ്റെ ഈ കുഞ്ഞു സംരംഭം മുടങ്ങി, എൻ്റെ വലിയ സംരംഭവും മുടങ്ങി. ഇത് രണ്ടും കേൾക്കുകയാണ്. അവിടെയാണ് സാധാരണ മനുഷ്യൻ ഈ കേരളത്തിലൊരു ബിസിനസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇത് സർക്കാർ സംവിധാനങ്ങളും രാഷ്ട്രീയ സംവിധാനങ്ങളും ചേർന്നതിനെ പിടിച്ച് തിന്നും എന്നൊരു തോന്നലുണ്ടാക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. കാരണം ഈ ഗവൺമെൻറ് വന്ന സാഹചര്യത്തിൽ
ഞാൻ കുറച്ച് പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊരു രാഷ്ട്രീയം ഒന്നും പറയുന്നതല്ല. പക്ഷേ പി രാജീവ് വ്യവസായ മന്ത്രിയായി വന്ന സമയത്ത് അദ്ദേഹം ആദ്യം ചെയ്തത് മുഹമ്മദ് അനീഷും രാജമാണിക്യമായിരുന്നു അന്ന് വ്യവസായ സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നത്. അവരൊരു ഓരോ മേഖലകളിൽ വ്യവസായികളുടെ ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു. എന്താണ് ഇതിൻ്റെ പ്രതിസന്ധി എന്നറിയാം. അവർ പല ഡിപ്പാർട്ട്മെൻറ്റ് കാരണം വ്യവസായ വകുപ്പിൻ്റെ കീഴിലല്ല പൊല്യൂഷൻ, അല്ലെങ്കിൽ മറ്റുള്ള ടാക്സ് വേറെയാണ്, അല്ലെങ്കിൽ പഞ്ചായത്ത് വേറെയാണ്. പക്ഷേ ഇവരന്ന് മീറ്റിംഗ് വിളിച്ച് അന്ന് എന്നെയും അവിടെ വിളിച്ചിരുന്നു അഭിപ്രായത്തിന് വേണ്ടി. ഞാൻ മനസ്സിലാക്കിയത് വളരെ ഫാസ്റ്റായിട്ടാണ് അന്ന് മിനിസ്റ്ററും ഈ 2 ഉദ്യോഗസ്ഥരും വളരെ ഫാസ്റ്റായിട്ടാണ് അതിൻ്റെ സംവിധാനം ഉണ്ടായി. ഇപ്പോൾ നിങ്ങൾക്ക് പഞ്ചായത്തിൽ പോയിട്ട് നിങ്ങൾക്ക് ഒരു ലൈസൻസ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ കളക്ടർ അടുത്ത് പോകും. ഏകജാലകത്തിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ലൈസൻസ്, പഞ്ചായത്തിൻ്റെ ആവശ്യമില്ല. ആ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ലൈസൻസ് കിട്ടും 2.5-3 വർഷം എന്തോ കഴിഞ്ഞിട്ട് പിന്നെ പഞ്ചായത്തിൽ പോയാൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് ചെന്ന് പല സ്ഥലങ്ങളിൽ കംപ്ലയിൻറ്റ് വ്യവസായ വകുപ്പിലൊരു ഒരു പ്രത്യേക വിൻഡോ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് കാര്യം പറഞ്ഞാൽ പണ്ടത്തെ ഒരവസ്ഥ, ഒരു പ്രശ്നത്തിൽ അതിന് അറിവില്ലായ്മ കൊണ്ട് അവർ അതിലല്ലേ നടക്കുന്നുണ്ടാവാം. പഞ്ചായത്തിൽ പോയി നടന്നില്ല എന്ന് പറഞ്ഞാൽ, പക്ഷേ നിങ്ങൾ അന്വേഷിച്ചാൽ അടുത്തൊരു ഓപ്ഷൻ ഉണ്ട്. കാരണം ഇപ്പോൾ പഴയ കാലഘട്ടത്തിൽ ഇല്ല എന്ന് പറയാം, പക്ഷേ ഈ കാലഘട്ടത്തിൽ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതായിട്ട് നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ അതാത് ഉദ്യോഗസ്ഥന്മാരെ സമീപിച്ച് നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇവിടെ, നല്ല അറിവുള്ളവരുണ്ട്, നല്ല ജനങ്ങൾ പണ്ടത്തെ കൂടുതൽ കുറച്ചുകൂടി ജനകീയമായ ഉദ്യോഗസ്ഥരുണ്ട്. ഒരു കാര്യം നടക്കണം എന്ന് വിചാരിക്കുന്നവരുണ്ട്. നടക്കണം എന്ന് മാത്രമല്ല, നമ്മളെങ്ങനെ, ഞാൻ പറഞ്ഞല്ലോ, എല്ലാം നമ്മുടെ സമീപനമാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. നമ്മളൊരു കുഴപ്പമുണ്ടായാൽ ആ കുഴപ്പത്തിൻ്റെ പുറകെ പോകാതെ എന്താണ് കുഴപ്പമുണ്ടായത്, ആ കുഴപ്പത്തിനെ പരിഹരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചാൽ അതിനൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. നമ്മൾ അന്വേഷിക്കാത്തത് കൊണ്ട് തന്നെയാണ് ആ ഒരു ഓപ്ഷൻ കണ്ടെത്താത്തത്. അത് തീർച്ചയായിട്ടും വളരെ മാറിപ്പോയി. ഞാൻ പറഞ്ഞല്ലോ, നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്ന് പറയാമെന്നുള്ള പേടി എല്ലാവർക്കും ഉണ്ട്. ഗവൺമെൻറ്റൊക്കെ ചെറിയൊരു വിഷയമുണ്ടെങ്കിൽ അപ്പോൾ പഠിക്കാമെന്നല്ലേ പറയുന്നത്. പഠിക്കുന്നു, അതിന് കമ്മിറ്റി ഉണ്ടാക്കുന്നു, പഠിക്കുന്നു, ആ കാര്യത്തിൽ പെട്ടെന്ന് തീരുമാനം. ഓഡിറ്റ് നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ജനങ്ങൾ ഓഡിറ്റ് ചെയ്യുന്നു. അത് ജനങ്ങൾ തന്നെയാണ് എല്ലാ സിസ്റ്റത്തെയും മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഒരു പരിധി വരെ നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമുക്ക് വളരെ നല്ലതായിട്ടുണ്ട്. ചില സ്ഥലത്ത് അത് മോശമായിട്ടുണ്ടെങ്കിലും ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വിൻഡോകൾ ഒരുപാട് വന്നിട്ടുണ്ട്. നമുക്ക് അവിടെ ചെന്ന എല്ലാ കാര്യവും നടക്കുന്ന കാലം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ ചിലതൊക്കെ നമുക്ക് അങ്ങോട്ടുണ്ടായ ചില സമീപനങ്ങളിലുണ്ടായിട്ടുള്ള വിഷയങ്ങൾ മാത്രമാണ് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. ഒരുപാട് ഉദ്യോഗസ്ഥന്മാരും മന്ത്രി എല്ലാം നമുക്ക് കാണാനും സംസാരിക്കാനും പലരും സഹായം എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ മോശമാണെന്ന് എനിക്ക് പറയാം. എൻ്റെ അനുഭവം, നമ്മുടെ അനുഭവത്തിൽ നിന്ന് ഒരിക്കലുമല്ല. എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഫുഡ് സേഫ്റ്റി ഇഷ്യൂവിൽ ഒരു വശത്ത് പ്രോബ്ലം ഉണ്ടാവും, വേറെ വശത്ത് നമുക്ക് സഹായം ഉണ്ടായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. താങ്കളുടെ ഓഫീസ് മുറിയിലാണ് ഇരിക്കുന്നത്. ഇവിടെ ഇന്ത്യൻ പതാകയുടെ കൂടെ ശ്രീലങ്കയുടെ പതാകയാണ്. ശ്രീലങ്കൻ കൗൺസിൽ. ഞാൻ ശ്രീലങ്കൻ ഹോണററി കൗൺസിലാണ്. അപ്പോൾ ശ്രീലങ്ക ഇവിടെ നമുക്കറിയാമല്ലോ, കേരളത്തിൽ 5 കോൺസുലേറ്റ്സാണ് ഉള്ളത്. 1 UAE കോൺസുലേറ്റാണ്, 2 മാൽദീവ്സ് ഉണ്ട്, 3 റഷ്യ, 4 ജർമ്മനി, പിന്നെ ശ്രീലങ്ക മുമ്പുണ്ടായിരുന്ന സ്ഥാനപതി അദ്ദേഹം ഒഴിഞ്ഞു പോയപ്പോൾ അത് എന്നെയാണ് ഇവിടെ നിന്ന് എടുത്തത്. സാധാരണ ആ കോൺസുലേറ്റ് ജനറൽ എന്ന് പറയുന്ന ആൾ അതാത് രാജ്യങ്ങളിൽ നിന്നാണല്ലോ വരേണ്ടത്. ഇപ്പോൾ ഇന്ത്യൻ കോൺസുലേറ്റ് ഇപ്പോൾ UAE പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരാളായിരിക്കും അംബാസഡർ. ശരിക്കും UN പണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഏത് കൺട്രിക്കും അവിടെ നിന്നൊരു ആൾക്ക് വന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് വേണമെങ്കിൽ ഈ 2 രാജ്യത്തിൻ്റെ NOC ഉണ്ടെങ്കിൽ, ഈ NOC ഉണ്ടെങ്കിൽ ഇങ്ങനെ ആളെ അപ്പോയിൻറ്റ് ചെയ്യാമെന്ന്. ഇന്ത്യൻ പ്രസിഡൻ്റാണ് അത് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. പിന്നീട് ഈ രാജ്യം NOC കൊടുത്താൽ അവിടെ നിന്ന് അപ്പോയിൻമെൻറ്റ് നടന്നാൽ ഇന്ത്യൻ പ്രസിഡൻറ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിപ്ലോമാറ്റിക് പോസ്റ്റാണ്. അപ്പോൾ കോൺസുലേറ്റ് ഉള്ള ട്രിവാൻഡ്രത്താണ്. എനിക്ക് വീട്ടിലും ഒരു ക്യാമ്പ് ഓഫീസ് ഉണ്ട്. അപ്പോൾ ഒരു സാധാരണ ഒരു ബിസിനസ്സുകാരനൊക്കെയാണ് കൂടുതൽ, രാഷ്ട്രീയ പ്രവർത്തനം കിട്ടില്ല. പിന്നെ ഒരു ക്രിമിനൽ കേസിലൊക്കെ ഉള്ള ഒരാൾക്കും കിട്ടില്ല. വലിയൊരു NOC, വലിയ റോ ഇൻ്റലിജൻസ്, എൻഫോഴ്സ്മെൻറ്റ്, ഇൻകം ടാക്സ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 1 ഇയറിൽ നടക്കുന്ന ഒരു എൻക്വയറിയുടെ ഭാഗമായിട്ട് കിട്ടുന്ന NOCയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം അപ്രൂവൽ കൊടുക്കുന്നത്. നമുക്കൊരു രാജ്യത്തിനെ പ്രതികരിക്കുകയാണ്. നമുക്കതുകൊണ്ട് ആ രാജ്യത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമല്ലോ. ഒരു രാജ്യത്തിന് ഇപ്പോൾ ശ്രീലങ്ക എന്ന് പറഞ്ഞ കൺട്രിക്ക് വലിയൊരു പ്രതിസന്ധി ഉണ്ടായി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സാധാരണ അല്ലെങ്കിൽ വെറുതെ സാധാരണ ഡേ ടു ഡേ കാര്യങ്ങൾ ചെയ്തു പോയത്. ആ പ്രതിസന്ധി ഉണ്ടായപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി. ഇന്ത്യ ഗവൺമെൻറ് ഭയങ്കരമായി സഹായിച്ചു ശ്രീലങ്കയെ. പൈസ കൊടുത്തു, പല രാജ്യങ്ങളോട് സംസാരിച്ചിട്ട് ഡീസലുകൾ കൊടുത്തു, നമ്മുടെ ഇന്ത്യൻ നേവി ഇവിടുന്ന് ഒരു ഫ്ലൈറ്റ് കൊടുത്തു. അപ്പോൾ അതൊക്കെ സ്വീകരിക്കാനും മേടിക്കാനും പല രാജ്യങ്ങളുടെ ഡീസലെല്ലാം കൊച്ചി പോർട്ടിൽ വന്നിട്ടാണ് നമ്മൾ സ്വീകരിച്ചിട്ടാണ് തിരിച്ചയച്ചത്. ശ്രീലങ്കയ്ക്ക് വേണ്ടി, നമ്മൾ രാജ്യത്തിന് വേണ്ടിയ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. തീർച്ചയായിട്ടും ഇവിടെ വരുന്ന ആൾക്കാർ ഇപ്പോൾ ഫിഷർമാൻ, ഏറ്റവും പാവപ്പെട്ടൊരു കൺട്രിയാണ് ശ്രീലങ്ക എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫിഷർമാനൊക്കെ ബോർഡർ കടന്ന് ഒട്ടും അറിവില്ല, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല, തമിഴ് സംസാരിക്കാൻ, അവർക്ക് സിംഗള മാത്രം സംസാരിക്കാൻ അറിയാവുന്ന പാവപ്പെട്ട ഫിഷർമാൻ ബോർഡർ ക്രോസ് ചെയ്ത് പോകും. അതുണ്ടാവാറുണ്ട്. അപ്പോൾ അവരെ പിടിച്ചറിയാലോ, നമുക്ക് നമ്മുടെ രാജ്യത്തേക്ക് വന്ന ഒരു രാജ്യദ്രോഹമാണ്.
പിടിച്ചു കഴിഞ്ഞാൽ ഇത് എന്നും വിളിക്കും നമുക്ക്. അപ്പോൾ നമ്മളാണ് അതിനെ റിലീസ് ചെയ്യാനും ഗവൺമെൻറ്റിൻ്റെ അസോസിയേറ്റ് ചെയ്ത് അവരെ തിരിച്ചു. വലിയ സന്തോഷമുള്ളൊരു ജോലി തന്നെയാണ്. കുറച്ച് ജോലി കൂടുതലാണെങ്കിലും പക്ഷേ സന്തോഷം. അപ്പോൾ ഒരു എക്സ്ട്രാ ഒരു നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഡിപ്ലോമാറ്റിക് പോസ്റ്റാണ്, ശ്രീലങ്കൻ ഹോണററി കോൺസുലാണ്. കാരണം ഈ രാജ്യത്ത് നിന്ന് പോസ്റ്റ് ചെയ്യുമ്പോൾ ഹോണററി ആയിട്ടേ പോസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു 100% ജോബല്ല, പക്ഷേ കോൺസുലേറ്റിലെ ആൾക്കാരുണ്ട്, നമ്മളും അതിൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട്. അത് ആശംസകൾ, അത് മുന്നോട്ട് തന്നെ പോട്ടെ. ഇപ്പോൾ കൃഷിയുണ്ടോ കേരളത്തിൽ അങ്ങനെ കാര്യമായിട്ട്? നെൽകൃഷി ഭയങ്കരമായ കൃഷിയുണ്ട്. കാരണം പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ നെല്ലുകളെല്ലാം 90% അക്യൂർ എടുക്കുന്നതെല്ലാം ഗവൺമെൻറ്റാണ്. കേരള ഗവൺമെൻറ് എടുത്ത് അരിയാക്കി നല്ല അരി റേഷൻ കടയിൽ കൂടെ കൊടുക്കുകയാണ്. പണ്ട് ചെയ്തിരുന്നത് കേന്ദ്രം തരുന്ന വൈറ്റ് റൈസ് നമ്മൾ സപ്ലൈ ചെയ്യായിരുന്നു. പിന്നീട് ആണ് അത് കേരള ഗവൺമെൻറ് ആ പൈസ മേടിച്ചുകൊണ്ട് ആ നെല്ലിനെ അക്യൂർ ചെയ്ത് കർഷകർക്ക് നല്ല കാശ് കിട്ടുന്നു. അത് റൈസ് മില്ലുകാർക്ക് കൊടുത്ത് കൂലിക്ക് കുത്തി മേടിച്ച് അത് നല്ല അരി റേഷൻ കടകളിൽ കൊടുക്കുകയാണ്. അപ്പോൾ അതുള്ളതുകൊണ്ട് കൃഷിയെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു. കർഷകർക്ക് നല്ല വില കിട്ടുന്നു, കർഷകർക്ക് പൈസ കിട്ടുന്നു. അപ്പോൾ പാലക്കാട് സൈഡിലൊക്കെ ഉണ്ട് കൃഷി നന്നായി. കാരണം ആ കൃഷി നന്നായി നടക്കുന്നുണ്ട്. ഓരോ വർഷം കൂടുന്തോറും ആ കൃഷി നന്നായി തന്നെ നടക്കും. ആ കൃഷിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നില്ല ആരും. അപ്പോൾ നന്നായി കൃഷി ചെയ്യുന്നുണ്ട്. പുതിയ തലമുറയും മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചല്ലേ ഈ IT ഫീൽഡൊക്കെ വേണ്ട. IT ഫീൽഡ് ആൾക്കാരൊക്കെ തന്നെ മാറി കൃഷിയിലേക്ക് വരികയല്ലേ. ഗവൺമെൻറ് ഭയങ്കര സപ്പോർട്ട് കൃഷിക്ക് കൊടുക്കുന്നു, വളം കൊടുക്കുന്നു, സബ്സിഡി കൊടുക്കുന്നു, കൃഷി നാശം ഉണ്ടായി കഴിഞ്ഞാൽ അതിനുള്ള കോമ്പൻസേഷൻ കൊടുക്കുന്നു, ഭയങ്കര അഗ്രസീവ് വിത്തുകൾ കൊടുക്കുന്നു. ഇപ്പം ഞങ്ങളുടെ തൊട്ടടുത്ത് ചേർന്ന സീഡ് ഫാമാണല്ലോ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിന്, വളരെ വലിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അത് കുറച്ചുകൂടി കൃഷിയിലേക്ക് വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കുക. ഇപ്പം വീടുകളിൽ തന്നെ നമുക്ക് പലതരം കൃഷി, വീട്ടിൽ തന്നെ നമുക്കൊരു ഗാർഡൻ, ടെറസ് ഗാർഡൻ അത്യാവശ്യം അടുക്കള വലിയ പ്രോത്സാഹനം ഉള്ള ആപ്പ് വെച്ച് ചെയ്യുന്ന. പക്ഷെ നമുക്ക് നമ്മുടെ റോ മെറ്റീരിയൽസ്, നമ്മുടെ പ്രൊഡക്ഷന് ഇത് അരിയൊക്കെ അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല, നമുക്ക് തൃശ്ശൂർ ഭാഗത്ത്, ആലപ്പുഴ ഭാഗത്ത്, അതേപോലെ പാലക്കാടൊക്കെയാണ് കൃഷിയുള്ളതെങ്കിലും പല വെറൈറ്റി. പക്ഷെ നമുക്ക് കൂടുതലും നമ്മുടെ ബോർഡറായിട്ടുള്ള മൈസൂർ, ലക്കുള്ളി, ഭദ്രാവതി, ഹസൻ എന്നൊക്കെ പറയുന്ന കർണാടകയിലെ ഏരിയയിൽ നമുക്ക് വേണ്ടിയുള്ള കൃഷി ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട്. അത് കൂടുതലാണ് നെല്ല് നല്ല കേരളത്തിൻ്റെ അതേ മണ്ണാണ്. അവിടെ കഴിക്കാറില്ല. ആ നെല്ല് ഇവിടെ വരും. നമ്മൾ ആ അരിയെല്ലാം തന്നെ കൂടുതൽ കേരള കഴിക്കുന്നത്. ഇവിടുത്തെ ആവശ്യമുള്ളതിൻ്റെ ഒരു 10 to 15% നമ്മളിവിടെ റൈസ് മില്ലുള്ളൂ. ബാക്കി 70% വൈറ്റ് റൈസാണ് നമ്മൾ കഴിക്കുന്നത്. ആന്ധ്രയിൽ നിന്ന് വരുന്ന, ആന്ധ്ര, ഗോദാവരി, ഈസ്റ്റ് ഗോദാവരി എന്നൊക്കെ പറയുന്ന കാക്കിനഡ എന്ന സ്ഥലത്തു നിന്ന് വരുന്ന വെള്ളരിയാണ്. ജയ, സുരേഖ എന്നൊക്കെ പറയുന്ന അരി. ഇപ്പോൾ തൃശ്ശൂർ വിട്ട് അങ്ങോട്ട് പോയാൽ നിങ്ങൾക്ക് ജയ എന്ന് പറഞ്ഞ അരിയായിരിക്കും. ഇപ്പോൾ ഹോട്ടലുകളിൽ പോയാൽ നമുക്ക് സുരേഖ എന്ന് പറഞ്ഞ അരിയായിരിക്കും. ഈ മട്ട എന്ന് പറഞ്ഞ അരിയാണ് മലയാളികളുടെ ഒരു സാധനം. നല്ല അരിയും മട്ടയാണ്. ഇപ്പോൾ ആൾക്കാർ ഭയങ്കര ഡയറ്റ് നോക്കുന്ന കാലഘട്ടമായതുകൊണ്ട് റൈസ്. പക്ഷേ കുറച്ച് തവിടുള്ള അരി കഴിച്ചാൽ അത് കുഴപ്പമില്ല. പണ്ട് ഉരലിൽ കുത്തി അരി കഴിക്കുമ്പോൾ അതിൽ ശരിക്കും റൈസിൻ്റെ കണ്ടന്റ് ഉണ്ടായിരുന്നു. അതെ. അപ്പോൾ അത് കഴിച്ചാൽ ആർക്കും ഡയബറ്റീസ് ഉണ്ടായിട്ടില്ല, തടി വെച്ചിട്ടില്ല. 3 നേരം റൈസ് കഴിക്കുമായിരുന്നു. പക്ഷേ അങ്ങനെ കഴിക്കണം. ഇപ്പോൾ നമ്മൾ റൈസെല്ലാം പോളിഷ് ചെയ്തിട്ടാണ് കഴിക്കുക. കുറച്ച് തവിടുള്ള മട്ടേരിയാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ തിരിച്ച് വൈൽഡ് റൈസ് എന്നും ഇപ്പോൾ ജിമ്മിലുള്ള ആൾക്കാർ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാപ്സ് കഴിക്കുന്നത്, തവിടുള്ള ചോറ് കഴിക്കാനൊക്കെ പറഞ്ഞു തുടങ്ങിയല്ലോ. അപ്പോൾ കുറച്ച് നമുക്കിവിടെ ഉണ്ടാക്കുന്ന 10 to 15% നമുക്കിവിടെ ഉണ്ടാക്കാനുള്ളൂ. ബാക്കി നെല്ല് വരുന്നത് കർണാടകയിൽ നിന്ന് വരുന്നുണ്ട്. 70% റൈസ് വൈറ്റ് റൈസാണ് ഇവിടെ കഴിക്കുന്നത്. അപ്പോൾ ഒരു റൈസ് മില്ല്, ഇത്ര റൈസ് മില്ല് കൊണ്ടൊന്നും കേരളത്തിൽ ആവശ്യം നടക്കുന്നില്ല. പക്ഷേ എന്നാലും അത്യാവശ്യം മട്ട കഴിക്കുന്നവർക്കൊക്കെ തന്നെ ആവശ്യത്തിന് അരി ഇവിടെയുണ്ട്. ബാക്കി പുറത്തുനിന്നാണ് വരുന്നത്. അപ്പോൾ എന്തായാലും എല്ലാ സംരംഭങ്ങൾക്കും തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും എല്ലാ ആശംസകളും നേരുകയാണ്. താങ്ക് യു. തിരക്കുകൾക്കിടയിൽ കുറച്ച് റിലാക്സ്ഡ് ആണെന്നൊക്കെ താങ്കൾ പറഞ്ഞെങ്കിലും അതെ, ഞാനതിനെ അങ്ങനെ കാര്യമായിട്ട് വിശ്വസിക്കുന്നില്ല. താങ്കൾ നല്ല തിരക്കിൽ തന്നെയാണെന്ന് എനിക്കറിയാം. ഈ തിരക്കിനിടയിലും ഒരല്പസമയം സീ മലയാളം ന്യൂസിനൊപ്പം ചെലവിട്ടതിന് താങ്ക് യു സോ മച്ച്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.